ഹലോ മക്കളെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്ലസ് വണ്ണിലെ ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രിന്റെ റിവിഷൻ ആയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ വളരെ ചെറിയൊരു ചാപ്റ്ററും ആണ്. കുറച്ച് വെയിറ്റേജ് കുറവുള്ള ഒരു 3-4 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് 3D. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് പ്ലസ് ടുവിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ പ്ലസ് വണ്ണിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത്. ഇനി 3D പറയുന്ന സമയത്ത് നിങ്ങൾ 10th പഠിച്ചിട്ടുള്ള കോർഡിനേറ്റ് ജോമെട്രി അല്ലെ, അതുപോലെ തന്നെ ജോമെട്രി ആൻഡ് ആൾജിബ്ര, ഈ ചാപ്റ്റേഴ്സ് ആയിട്ടും ദെൻ പ്ലസ് വണ്ണിൽ തന്നെ പഠിച്ചിട്ടുള്ള സ്ട്രൈറ്റ് ലൈൻസിന്റെ ഒക്കെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ചാപ്റ്റർ ആണ് 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഈ ഒരു നമ്മൾ ജോമെട്രി ഏതാണ് കോർഡിനേറ്റ് ജോമെട്രി, അതുപോലെ സ്ട്രൈറ്റ് ലൈൻസിലൊക്കെ പഠിച്ച കാര്യങ്ങളും ദെൻ 3Dയുമായിട്ടുള്ള ചെറിയൊരു ഡിഫറൻസ് എന്താണ്, ഒന്ന് 2 ഡയമെൻഷണൽ ജോമെട്രി ആണ് അല്ലെ. നമ്മൾ സ്ട്രൈറ്റ് ലൈൻസിൽ പ്ലസ് വൺ സ്ട്രൈറ്റ് ലൈൻസിലും അതുപോലെ 10th ചാപ്റ്റേഴ്സിലും ഒക്കെ പഠിച്ചിട്ടുള്ളത് 2 ഡയമെൻഷണൽ ജോമെട്രി ആണ്. ദെൻ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 ഡയമെൻഷണൽ ജോമെട്രി എന്നാണ് പേര് അല്ലെ. 2D 3D എന്ന് പറയാം. ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ഗ്രാഫ് വരച്ചിട്ട് ഗ്രാഫിൽ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടൊക്കെ 10th ക്ലാസ്സിൽ 10th തന്നെ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം പ്ലസ് വണ്ണിലാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ട്രൈറ്റ് ലൈൻസിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ ആ ഗ്രാഫിൽ 2 ആക്സിസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത് അല്ലെ. ഏതൊക്കെ? ഒരു എക്സ് ആക്സും വൈ ആക്സും ആണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ 3Dയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ 3 ആക്സിസ് ആണ് ഉണ്ടാവുക. ഏതൊക്കെ ആയിരിക്കും? എക്സ് ആക്സിസ്, അതുപോലെ തന്നെ വൈ ആക്സിസും അതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് സെഡ് ആക്സിസ് കൂടെ ഉണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു പിക്ചറിൽ ഈ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇത് എക്സ് ആക്സിസും ദെൻ ഇവിടെ വൈ ആക്സിസും ഈ ഒരു ആക്സിസിനാണ് നമ്മൾ സെഡ് ആക്സിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 3 ആക്സിസ് നമ്മൾ സ്ട്രൈറ്റ് ലൈൻസിൽ പഠിച്ച 2 ആക്സിസിന് പകരമായിട്ട് ദെൻ ഇവിടെ 3 ആക്സിസ് വരുന്ന സമയത്താണ് നമ്മൾ 3Dയിലേക്ക് വരുന്നത് അല്ലെ. അപ്പം ഈ ഒരു ആക്സിസിന് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിന്റെ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന സമയത്ത് ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ നമ്മള് 2D ഗ്രാഫ് പഠിച്ചതുപോലെ തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം നമുക്ക് ഈ ഒരു ഗ്രാഫിന്റെ ഒറിജിൻ അല്ലെ, ഒറിജിന്റെ കോർഡിനേറ്റ്സ്. ഒരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് 2Dയിലാണെങ്കിൽ കോർഡിനേറ്റ്സ് 2 ഉണ്ടായിരുന്നുള്ളൂ. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആയിരുന്നു. ഇവിടേക്ക് വരുന്ന സമയത്ത് എക്സ് കോർഡിനേറ്റ് ഉണ്ട്, ദെൻ വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും ഉണ്ട്. 3 കോർഡിനേറ്റ്സ് ഉണ്ട്. ദെൻ ഇത് നമ്മൾ വിളിക്കുന്നത് ഒരു ട്രിപ്ലെറ്റ് എന്നാണ് അല്ലെ. 2Dയിൽ നമ്മൾ ഓർഡേർഡ് പെയർ എന്ന് വിളിച്ച സമയത്ത് ഒരു പെയർ ആയിട്ട് 2 കോർഡിനേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിനെ ഇവിടെ നമ്മൾ എന്തായിരിക്കും പറയാ? ട്രിപ്ലെറ്റ് എന്നാണ് പറയാ. അതായത് ഇവിടെ 3 കോർഡിനേറ്റ്സ് ഉണ്ട്. ഓക്കെ, ദെൻ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഗ്രാഫിലെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ 3 കോർഡിനേറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും ആയിട്ട് 3 കോർഡിനേറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ദെൻ എന്തായിരിക്കും ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ്? എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് എക്സ് ആക്സിലേക്ക് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ, എക്സ് ആക്സിലേക്ക് നമുക്കൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതിന്റെ വാല്യൂ, ആ ഒരു പോയിന്റിന്റെ നമുക്കറിയാം ഈ ഒരു ആക്സിൽ എന്തുണ്ടാവും? 1, 2, 3 വാല്യൂസ് കൊടുക്കുന്നുണ്ടാവും അല്ലെ. ഇവിടെയും കൊടുക്കുന്നുണ്ടാവും 1, 2, 3 വാല്യൂസ് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ എക്സ് ആക്സിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്, എക്സ് ആക്സിൽ കിട്ടുന്ന വാല്യൂ ആണ് എക്സ് കോർഡിനേറ്റ്. അതുപോലെ തന്നെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമ്മൾ വൈ ആക്സിലേക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് അതായത് എ എന്ന പോയിന്റിൽ നിന്ന് നമ്മൾ വൈ ആക്സിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വൈ ആക്സിൽ കിട്ടുന്ന വാല്യൂ ആണ് ഇതിന്റെ വൈ കോർഡിനേറ്റ്. ദെൻ സെഡ് കോർഡിനേറ്റ് ഓൾസോ എന്തായിരിക്കും? ഈ ഒരു പോയിന്റിൽ നമ്മൾ സെഡ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ ആണ് ഇത് അതിന്റെ സെഡ് കോർഡിനേറ്റ്. അപ്പം ഈ ഒരു കാര്യമാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ അതിനുശേഷം നമുക്ക് എന്ത് പറയാം? ഒറിജിൻ അല്ലെ. ഇവിടെ നമുക്ക് ഒറിജിൻ ഉണ്ട്. ഒറിജിന്റെ കോർഡിനേറ്റ്സ് അപ്പം എക്സും വൈയും സെഡും ആണോ? പക്ഷെ ഒറിജിനിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ കോർഡിനേറ്റും 0 ആണ്, സെഡ് കോർഡിനേറ്റും 0 ആണ്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഒറിജിന്റെ കോർഡിനേറ്റ്സ് 0,0,0 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് എക്സ് ആക്സിൽ ഒരു പോയിന്റ്. നമ്മൾ എക്സ് ആക്സിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് ആണെങ്കിൽ
എക്സ് ആക്സിലെ പോയിന്റ് ആണെങ്കിൽ അതിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് അവിടെ എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, പക്ഷേ അവിടുത്തെ വൈ കോർഡിനേറ്റ് 0 ആണ്, സെഡ് കോർഡിനേറ്റ് 0 ആണ്. അതായത് എക്സ് ആക്സിൽ നമ്മൾ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോർഡിനേറ്റ് എന്ത് കിട്ടും? എക്സ് കോമ 0,0 എന്ന് കിട്ടും. അതുപോലെ തന്നെ വൈ ആക്സിൽ നമ്മൾ വൈ ആക്സിൽ ഒരു പോയിന്റ് എടുത്തു. വൈ ആക്സിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അതിന്റെ കോർഡിനേറ്റ് കിട്ടുന്നതായിരിക്കും. അവിടെ എക്സ് കോർഡിനേറ്റ് 0 ആണ്, ദെൻ വൈ കോർഡിനേറ്റ് അവിടെ പ്രസന്റ് ആണ്, ദെൻ സെഡ് കോർഡിനേറ്റും 0 ആണ്. അപ്പോൾ വൈ ആക്സിൽ ഒരു പോയിന്റ് എടുക്കുന്ന സമയത്ത് എക്സ് 0 ആണ്, വൈ കോർഡിനേറ്റ് ഉണ്ടാവും, എന്തായിരിക്കും? സെഡ് കോർഡിനേറ്റും 0 ആണ്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ സെഡ് ആക്സിൽ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ സെഡ് ആക്സിൽ ഒരു പോയിന്റിലേക്ക് വരുന്ന സമയത്ത് അതിൽ നമുക്ക് ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? സെഡ് കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് എക്സ് കോർഡിനേറ്റ് 0 ആണ്, ദെൻ വൈ കോർഡിനേറ്റ് ഇസ് ഓൾസോ അതും 0 ആണ്, ദെൻ അവിടെ സെഡ് കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഒരു 3 പോയിന്റ്സ് ആണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് പോകാനുള്ളത്, നമുക്ക് ഈ ഒരു ആക്സിസിൽ നമുക്ക് ഇവിടെ 3Dയിൽ 2Dയിൽ നമ്മൾ 2 പ്ലെയിൻ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? 2Dയിൽ നിങ്ങൾ സ്ട്രൈറ്റ് ലൈൻസ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? 2 പ്ലെയിൻസ് ഉണ്ട്. ഏതൊക്കെ? എക്സ് വൈ 2Dയിൽ ഒരു പ്ലെയിൻ അല്ലേ ഉള്ളത്? യെസ്, ഒരു പ്ലെയിൻ ആണുള്ളത്, സിംഗിൾ പ്ലെയിൻ ആണുള്ളത്. ഏതാണ്? എക്സ് വൈ പ്ലെയിൻ മാത്രമാണ് നമുക്ക് 2Dയിൽ ഉള്ളത് അല്ലെ? 2Dയിൽ നമുക്ക് എക്സ് വൈ പ്ലെയിൻ മാത്രമാണുള്ളത്. പക്ഷെ നമുക്ക് 3Dയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ 3 പ്ലെയിൻ ഉണ്ട് അല്ലെ? നമ്മൾ 3D എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു റൂമിന്റെ ഒരു കോർണർ ആയിട്ട് എടുക്കാൻ പറ്റും അല്ലെ? 3D നമുക്കൊരു റൂമിന്റെ കോർണർ ആയിട്ട്, ഇതാ റൂമിന്റെ ഒരു കോർണർ ഈ ഒരു ഷേപ്പിലായിരിക്കുമല്ലോ ഉണ്ടാവുക അല്ലെ? റൂമിന്റെ കോർണർ എടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് താഴേക്ക് വരുന്ന ഭാഗം എക്സ് ആക്സിസ് ആയിട്ടും, ദെൻ ഈ ഒരു സൈഡ് വൈ ആക്സിസ് ആയിട്ടും, മേലേക്ക് വരുന്ന ചുമരിന്റെ അല്ലെ വാളിന്റെ മേലോട്ട് പോകുന്ന ഭാഗം നമുക്ക് സെഡ് ആക്സിസ് ആയിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് ഈ റൂമിന്റെ ഈ ഒരു ഫ്ലോർ അല്ലെ, അതായത് തറ എന്ന് പറയും, ഫ്ലോർ അല്ലെ? അപ്പൊ ഫ്ലോർ എന്ത് ചെയ്യും? നമുക്ക് ഒരു പ്ലെയിൻ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ വാൾ ഉണ്ടാവും, ഈ വാളിനെ ഒരു പ്ലെയിൻ ആയിട്ട് എടുക്കാം. ഈ സൈഡിലെ വാളിനെ എന്ത് ചെയ്യാം? നമുക്ക് മറ്റൊരു പ്ലെയിൻ ആയിട്ട് എടുക്കാം. അതായത് ഇവിടെ വരുന്ന സമയത്ത് എക്സ് ആക്സും വൈ ആക്സും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പ്ലെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എക്സ് വൈ പ്ലെയിൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം 3 പ്ലെയിൻസിൽ ഒന്നാമതാണ് എക്സ് വൈ പ്ലെയിൻ. ദെൻ ഈ ഒരു പ്ലെയിൻ നമുക്ക് ജോയിൻ ചെയ്യുന്നത് വൈ ആക്സും സെഡ് ആക്സും കണക്ട് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വൈ സെഡ് പ്ലെയിൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ പ്ലെയിൻ ആണ് വൈ സെഡ് പ്ലെയിൻ. ദെൻ ഈ ഒരു പ്ലെയിൻ നമ്മൾ ജോയിൻ ചെയ്യുന്നത് എക്സ് ആക്സിസും സെഡ് ആക്സിസും കണക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇവിടുത്തെ പ്ലെയിൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലെയിനെ നമ്മൾ വിളിക്കുക എക്സ് സെഡ് പ്ലെയിൻ എന്നാണ്. അപ്പൊ ഇങ്ങനെ 3 പ്ലെയിൻസ് ആണ് നമുക്കുള്ളത്. നമ്പർ 1 എക്സ് വൈ പ്ലെയിൻ, രണ്ടാമത്തത് വൈ സെഡ് പ്ലെയിൻ, 3 എക്സ് സെഡ് പ്ലെയിൻ. അപ്പം ഈ ഒരു പ്ലെയിനിലുള്ള പോയിന്റ്സിന്റെ ഒരു പ്രത്യേകത കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗം കൂടിയാണത്. നമുക്കൊരു പോയിന്റ് തന്നിട്ട് അത് ഏത് പ്ലെയിനിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ നോക്കാം, എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ എക്സ് വൈ പ്ലെയിനിൽ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യേകത അവിടെ എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, ദെൻ വൈ കോർഡിനേറ്റ് ഉണ്ടാവും, പക്ഷേ അവിടുത്തെ സെഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ഈ പേര് തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ അല്ലെ? എക്സ് വൈ പ്ലെയിൻ ആണ്. അപ്പൊ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, പക്ഷെ സെഡ് ഇല്ല. പേരിൽ എന്തില്ല? സെഡ് ഇല്ല. അതുകൊണ്ട് സെഡ് കോർഡിനേറ്റ് 0 ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ വൈ സെഡ് പ്ലെയിനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഈ പേരിൽ എന്തില്ല? വൈ ഉണ്ട്, സെഡ് ഉണ്ട്, പക്ഷെ എക്സ് അവിടെ പ്രസന്റ് അല്ല. അതുകൊണ്ട് തന്നെ എക്സ് കോർഡിനേറ്റ് 0 ആണ്, വൈ കോർഡിനേറ്റും ഉണ്ടാവും, സെഡ് കോർഡിനേറ്റും ഉണ്ടാവും. അപ്പോ വൈ സെഡ് പ്ലെയിനിൽ നമ്മളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എക്സ് കോർഡിനേറ്റ് 0 ആണ്, വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും മാത്രമാണ് നമ്പേഴ്സ് ആയിട്ട് ഉണ്ടാവുക. ദെൻ എക്സ് സെഡ് പ്ലെയിനിൽ വരുന്ന സമയത്ത് എക്സ് സെഡ് പ്ലെയിനിലെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, ദെൻ അവിടുത്തെ വൈ കോർഡിനേറ്റ് 0 ആണ്. കാരണം ഈ നെയിമിൽ എന്തില്ല? എക്സ് സെഡ് പ്ലെയിൻ എന്നാണ്, അവിടെ വൈ ഇല്ല. ദെൻ വൈ കോർഡിനേറ്റ് 0, സെഡ് കോർഡിനേറ്റ് ഉണ്ടാവും. അപ്പം ഏതൊരു പോയിന്റ് ആണെങ്കിലും നമുക്ക് ഏത് പ്ലെയിനിലാണ് ആ ഒരു പോയിന്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഈ ഒരൊറ്റ സിമ്പിൾ കാര്യം മതി. അപ്പൊ എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ എക്സ് വൈ 0 എന്നാണ് ആ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് ഉണ്ടാവുക. ദെൻ വൈ സെഡ് പ്ലെയിനിലാവുന്ന ആണെങ്കിൽ ഒരു പോയിന്റ് വൈ സെഡ് പ്ലെയിനിലാണെങ്കിൽ 0 വൈ സെഡ് എന്നാണ് ഉണ്ടാവുക. ദെൻ ഒരു പോയിന്റ് എക്സ് സെഡ് പ്ലെയിനിലാണെങ്കിൽ x 0 z എന്നാണ് ഉണ്ടാവുക.
അപ്പൊ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട് 1 0 -3. ഇത് ഏത് പ്ലെയിനിലാണ് ഐഡന്റിഫൈ ചെയ്യണം? 1 0 -3 എന്ന പോയിന്റ് ഏത് പ്ലെയിനിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്ത്, ഇവിടെ എക്സ് കോർഡിനേറ്റ് ഉണ്ട് അല്ലെ, y ഉണ്ടോ? y 0 ആണ്, ദെൻ z കോർഡിനേറ്റ്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം ഏത് പ്ലെയിൻ ആണ്? xz പ്ലെയിൻ ആണ് അല്ലെ. നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞത്, xz പ്ലെയിനിലാണെങ്കിൽ y കോർഡിനേറ്റ് 0 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടിയും. അടുത്തൊരു ക്വസ്റ്റ്യൻ 0, -2, 5. ഈ ഒരു പോയിന്റ് 0, -2, 5 എന്ന പോയിന്റ് ഏത് പ്ലെയിനിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഏത് പ്ലെയിൻ ആയിരിക്കും? യെസ്, ഏതാണ്? ഇവിടെ എക്സ് കോർഡിനേറ്റ് 0 ആണ്, അപ്പൊ ഉറപ്പായിട്ടും YZ പ്ലെയിൻ ആണ് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു രീതിയിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ, ക്ലിയർ? അപ്പൊ നെക്സ്റ്റ് നമുക്ക് പോകാനുള്ളത് ഈ പ്ലെയിൻസ് നമുക്ക് 3 പ്ലെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. 3 പ്ലെയിൻസ് നമുക്ക് 8 ഒക്ടൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 പ്ലെയിൻസിനെ 8 ഒക്ടൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊരു ടേബിൾ ഉണ്ട്, ആ ടേബിള് മനസ്സിലാക്കി വെച്ചാൽ മതി. ദെൻ ഒന്ന് സിമ്പിൾ ആയിട്ട് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ഒരു 3 ഡയമെൻഷണൽ ഗ്രാഫിൽ അല്ലെ, 3D ഗ്രാഫിൽ നമുക്ക് 8 ഒക്ടൻസ് ആണുള്ളത്. അപ്പൊ ഈ ഒരു 8 ഒക്ടൻസ് നമുക്ക് ഈ ഒരു ബോർഡിൽ ഇങ്ങനെ വരച്ച് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് അതിന്റെ നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. 1 2 3 അല്ലെ, അങ്ങനെ 8 വരെയുള്ള നമ്പേഴ്സ് ആണ് വേണ്ടത്. അതിന്റെ കൂട്ടത്തിൽ അതിന്റെ പേര് കൂടി, ജസ്റ്റ് പേരല്ല, അതിന്റെ നൊട്ടേഷൻ കൂടി ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം. അത് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് അതിന്റെ സിമ്പിൾസ് ആണ് അല്ലെ. ഓരോ ഒക്ടന്റിലും നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് ഏതൊക്കെ നെഗറ്റീവ് ആയിരിക്കും, ഏതൊക്കെ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 8 ഒക്ടൻസ് ഒന്ന് നോക്കാം അല്ലെ. അപ്പൊ അതിൽ നമ്പർ 1, ഒന്നാമത്തെ ഒക്ടന്റ് XOYZ എന്നാണ് പറയാം. XOYZ. ഇവിടെ ഒന്ന് കണക്ട് ചെയ്യുന്നത് ഒറിജിൻ ആണ്. അപ്പൊ XYZ. അതായത് ഇവിടെ നമുക്ക് 3 എന്തായിരിക്കും, 3 കോർഡിനേറ്റ്സും പോസിറ്റീവ് ആയിരിക്കും കിട്ടുക. X കോർഡിനേറ്റും Y കോർഡിനേറ്റും Z കോർഡിനേറ്റും പോസിറ്റീവ് ആണ് ഫസ്റ്റ് ഒക്ടന്റിൽ. ക്ലിയർ? ദെൻ സെക്കൻഡ് ഒക്ടന്റിലേക്ക് വരുന്ന സമയത്ത്, രണ്ടാമത്തെ ഒക്ടന്റിൽ നമുക്ക് X ഡാഷ് എന്നാണ് അല്ലെ. X ഡാഷ് എന്താണെന്ന് അറിയാമല്ലോ. നമുക്ക് ഈ X ആക്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ടാവും, ഇതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. ആ നെഗറ്റീവ് സൈഡിനാണ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യുക, X ഡാഷ് എന്ന് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ Y ആക്സിന്റെ നേരെ ബാക്ക് സൈഡിലേക്കായിട്ട് എന്ത് വരും, ഇതിന്റെ Y ഡാഷ്, ഇതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. Y ആക്സിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. അതുപോലെ തന്നെ നേരെ താഴോട്ട് Z ആക്സിന്റെ നേരെ താഴോട്ടായിട്ട് ഇവിടെ Z ഡാഷ്, ഇതിന്റെ നെഗറ്റീവ് സൈഡ്. ഓക്കെ, അതായത് ഇവിടെ എന്തായിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് X പോസിറ്റീവ് ആണ്, അതേസമയം ഇങ്ങോട്ട് പോകുന്ന സമയത്ത് X നെഗറ്റീവ് ആണ്. X ഡാഷ് നമ്മൾ നൊട്ടേഷൻ കൊടുക്കും. നമുക്ക് അറിയാം, നമ്മൾ സ്ട്രൈറ്റ് ലൈൻസിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ Y എന്ന് പറയുന്ന സമയത്ത് അവിടെ പോസിറ്റീവ് ആണ്. Y ഡാഷിലേക്ക് പോകുമ്പോൾ Y കോർഡിനേറ്റ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. Z ഡാഷിലേക്ക് വരുന്ന സമയത്ത് Z കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്. ക്ലിയർ? അപ്പൊ ഈ ഒരു സിമ്പിൾസ് ആണ് നമുക്ക് ഓരോ ഒക്ടന്റിലും വരുന്ന സിമ്പിൾസ് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ സെക്കൻഡ് ഒക്ടന്റിൽ X'OYZ എന്നാണ്. X'OYZ. ഇവിടെ നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാം, എക്സിനാണ് ഡാഷ്, X ഡാഷ് എന്നാണ് പറഞ്ഞത്. അപ്പൊ X എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. Yയും Zഉം സാധാരണ ഉള്ള പോലെ തന്നെയാണുള്ളത് അല്ലെ. അപ്പം Y പോസിറ്റീവ് ആണ്, Z ഓൾസോ അതും പോസിറ്റീവ് ആണ്. അതിനുശേഷം നമുക്ക് തേർഡ് ഒക്ടന്റിലേക്ക് പോകുന്ന സമയത്ത് X'OY'Z എന്നാണ്. X'OY'Z. അതായത് ഇവിടെ X ഡാഷ് എന്നാണല്ലോ കൊടുത്തത്. അപ്പൊ X കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്. ദെൻ Y ഡാഷ് ആണ്, അപ്പൊ Y കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്. ദെൻ Z അത് പോസിറ്റീവ് ആണ്, Z കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. ദെൻ നാലാമത്തെ ഒക്ടന്റ്, ഫോർത്ത് ഒക്ടന്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ വരുന്നത് XOY'Z എന്നാണ്. XOY'Z. അതായത് ഇവിടെ X എന്നാണ് കൊടുത്തത്. അപ്പൊ X പോസിറ്റീവ് ആണ്. Y ഡാഷ് അപ്പൊ നെഗറ്റീവ് ആണ്. ദെൻ Z അതും പോസിറ്റീവ് ആണ്.
ഓക്കെ, ദെൻ ഫിഫ്ത് ഒക്ടന്റ്, അഞ്ചാമത്തെ ഒക്ടന്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് എക്സ് ഒ വൈ സെഡ് ഡാഷ് എന്നാണ്. എക്സ് ഒ വൈ സെഡ് ഡാഷ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് എക്സ് എന്നാണ് കൊടുത്തത്, അപ്പൊ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. ദെൻ വൈ അതും പോസിറ്റീവ് ആണ്. ദെൻ സെഡ് ഡാഷ് എന്നാണ്, അപ്പൊ അതെന്തായിരിക്കും നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ ഒരു സിമ്പിൾസ് മാത്രമാണ്. നമുക്ക് ഈ ഒരു കാര്യം വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് അറിയാം. ഒരു പോയിന്റ് തന്നിട്ട്, ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ട് അത് ഏത് ഒക്ടന്റിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇതിലും സിമ്പിൾ ആയിട്ട് ഒരു ടേബിൾ കൂടി നമുക്ക് പറയാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് പറയുന്ന സമയത്ത് ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് അടുത്തത് സിക്സ്ത് ഒക്ടന്റ് അല്ലെ, ആറാമത്തെ ഒക്ടന്റ്. ആറാമത്തെ ഒക്ടന്റില് ഇവിടെ എക്സ് ഡാഷ് ഒ വൈ സെഡ് ഡാഷ് എന്നാണ് കിട്ടുക. എക്സ് ഡാഷ് ഒ വൈ സെഡ് ഡാഷ്. അതായത് ഏതൊക്കെ ആയിരിക്കും ഇവിടെ നെഗറ്റീവ് വരുന്നുണ്ടാവുക? എക്സ് ഡാഷ് ആണ്, അപ്പൊ എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ് ആണ് ഇവിടെ, ദെൻ സെഡ് ഓൾസോ അതും എന്താണ് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ സിക്സ്ത് ഒക്ടന്റ്. ദെൻ സെവൻത് ഒക്ടന്റ്, ഏഴാമത്തെ ഒക്ടന്റ് അല്ലെ. ഏഴാമത്തെ ഒക്ടന്റിന്റെ പ്രത്യേകത ഇവിടെ എക്സ് നെഗറ്റീവ് ആണ്, വൈ ഡാഷ് വൈ നെഗറ്റീവ് ആണ്, സെഡ് ഡാഷ് സെഡും നെഗറ്റീവ് ആണ്. അതായത് മൂന്നും നെഗറ്റീവ്, മൂന്ന് കോർഡിനേറ്റ്സും നെഗറ്റീവ് ആയിട്ട് വരുന്നത് സെവൻത് ഒക്ടന്റ് ആണെന്ന് അത് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കാം. ഓക്കെ, മൂന്നും നെഗറ്റീവ് ആയിട്ട് വരുന്നത്, മൂന്ന് കോർഡിനേറ്റ്സും നെഗറ്റീവ് ആയിട്ട് വരുന്നത് സെവൻത് ഒക്ടന്റിലാണ്. അതുപോലെ തന്നെ മൂന്ന് കോർഡിനേറ്റ്സും പോസിറ്റീവ് ആയിട്ട് വരുന്നത്, എക്സും വൈയും സെഡും പോസിറ്റീവ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഒക്ടന്റിലാണ്. അത് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയിന്റ് ഒക്കെ തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ ലാസ്റ്റ് എട്ടാമത്തെ ഒക്ടന്റ് ആണ് അല്ലെ. എട്ടാമത്തെ ഒക്ടന്റില് നമുക്ക് വരുന്നത് എക്സ് ഒ വൈ ഡാഷ് സെഡ് ഡാഷ് എന്നാണ്. എക്സ് ഒ വൈ ഡാഷ് സെഡ് ഡാഷ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവും, ദെൻ സെഡ് ഡാഷ് എന്നാണ്, അപ്പം സെഡ് കോർഡിനേറ്റും നെഗറ്റീവ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് 8 ഒക്ടൻസ് പഠിക്കാനുള്ളത്. സിമ്പിൾ ആയിട്ട്, കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൊരു ടേബിൾ ഉണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ടേബിൾ അല്ലെ, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തന്നെയുള്ള ടേബിൾ ആണ്. ഇവിടെ ഒക്ടൻസ്, അതുപോലെ തന്നെ കോർഡിനേറ്റ്സിന്റെ സിമ്പിൾ ആണ് നമ്മൾ ഈ ഒരു ടേബിളിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സിംപ്ലി നമുക്ക് ഇവിടെ 8 ഒക്ടൻസ് ആണുള്ളത്. നമുക്കിവിടെ ഇതിനൊന്ന് 2D ഗ്രാഫ് അല്ലെ, നമ്മുടെ XY ഗ്രാഫിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത് പഠിക്കാൻ പറ്റും. ഈ ഒരു ടേബിൾ ഇതുപോലെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഈ ടേബിൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ഒരു ട്രിക്കാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ടേബിൾ പലർക്കും ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ ആണ്. ഒരു പോയിന്റ്, അതായത് ഒരു പോയിന്റ് തന്നു, 5 - 2 3 എന്നൊരു പോയിന്റ് ഏത് ഒക്ടന്റിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചിലർക്ക് അതിന്റെ ഒരു ഐഡിയ അങ്ങോട്ട് കിട്ടാത്തതുകൊണ്ട് ഏത് ഒക്ടന്റ് ആണെന്ന് നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ അത് നമ്മൾ ബൈ ഹാർട്ട് കാണാതെ പഠിക്കേണ്ടി വരും. അപ്പം ആ ഒരു കാണാതെ പഠിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ടേബിൾ ഇതുപോലെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ 2D ഗ്രാഫിൽ അല്ലെ, 2D ഗ്രാഫിൽ 10ാം ക്ലാസ്സിലും ദെൻ +1 സ്ട്രൈറ്റ് ലൈൻസിലും ഒക്കെ നിങ്ങൾ പഠിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ നമുക്ക് 4 ക്വാഡ്രൻസ് ആണുള്ളത് അല്ലെ. 2D ഗ്രാഫിൽ നമുക്ക് ഇവിടെ എക്സ് ഡാഷ്, ദെൻ ഇവിടെ വൈ, താഴെ വൈ ഡാഷ്. അതായത് ഇവിടെ 4 ക്വാഡ്രൻസ് ആണ് നമുക്കുള്ളത്. അതിന് പകരമാണ് 2Dയിലെ ക്വാഡ്രൻസിന് പകരമായിട്ടാണ് ഇവിടെ എന്ത് വരുന്നത്, ഒക്ടൻസ് വരുന്നത്. 3Dയിൽ ഒക്ടൻസ് വരുന്നത് അറിയാലോ. അപ്പൊ ഇവിടെ ഈ ഒരു ക്വാഡ്രൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒക്ടൻസിന്റെ സിമ്പിൾസ് പഠിക്കാൻ പറ്റും. കാരണം ക്വാഡ്രൻസിലെ സിമ്പിൾസ്, ഓരോ കോർഡിനേറ്റിന്റെയും സിമ്പിൾസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, നിങ്ങൾ പഠിച്ചതുമാണ്. അപ്പൊ നോക്കാം, എന്താ ഇതല്ലേ ഫസ്റ്റ് ക്വാഡ്രന്റ് ഇല്ലേ, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റും, ഇവിടെ എന്താണ് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും, എക്സും പോസിറ്റീവ് ആണ്, വൈയും പോസിറ്റീവ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ എക്സും വൈയും പോസിറ്റീവ് ആണ്. ദെൻ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന സമയത്ത് എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവ് ആണ്. ഇതറിയാത്ത ആരും ഉണ്ടാവില്ല ഇല്ലേ, എല്ലാവർക്കും അറിയില്ലേ. ദെൻ തേർഡ് ക്വാഡ്രന്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും ആണ് കിട്ടുക. തേർഡ് ക്വാഡ്രന്റിൽ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും ആണ്. ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ തേർഡ് ക്വാഡ്രന്റിൽ നമുക്ക് എന്താണ്, എക്സും വൈയും നെഗറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രന്റിലേക്ക് വരുന്ന സമയത്ത് എക്സും വൈയും നെഗറ്റീവ് ആണ് വരുന്നത്. ലാസ്റ്റ് ഫോർത്ത് ക്വാഡ്രന്റിലാണ് എന്ത് വരുന്നത്, നമുക്ക് എക്സ് പോസിറ്റീവ് ആയിട്ടും വൈ നെഗറ്റീവ് ആയിട്ടും വരുന്നത്.
അല്ലെ? ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് തേർഡ് ക്വാഡ്രന്റിൽ എന്തായിരുന്നു പറഞ്ഞത്? എക്സും വൈയും നെഗറ്റീവ് ആണ് അല്ലെ? എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും രണ്ടും നെഗറ്റീവ് ആയിട്ട് വരുന്നത് തേർഡ് ക്വാഡ്രന്റിലാണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ നമുക്ക് എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് ആണ്. ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ടേബിൾ പഠിക്കാൻ പറ്റും. ഒന്ന് സിമ്പിൾ ആയിട്ട് നോക്കാം. ഇവിടെ നമുക്ക് ഈ ടേബിൾ ഇതുപോലെ വരയ്ക്കുന്ന ഒരു സെറ്റപ്പ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 8 ഒക്ടൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ് സെഡ് കോർഡിനേറ്റ്. ദെൻ ഒന്ന് ഫസ്റ്റ് ക്വാഡ്രന്റ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്, വൈ കോർഡിനേറ്റ് അതും പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒക്ടന്റിൽ വരുന്ന സമയത്ത് എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്, വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആണ്. അവിടെ നിൽക്കട്ടെ. ദെൻ സെക്കൻഡ് ക്വാഡ്രന്റ് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് പോസിറ്റീവും ആണ്. ദെൻ സെക്കൻഡ് ഒക്ടന്റിൽ നമുക്ക് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്, വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. രണ്ടും സെയിം ആണ്. ഓക്കെ, ദെൻ തേർഡ് ക്വാഡ്രന്റിൽ വരുന്ന സമയത്ത് നമുക്ക് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നെഗറ്റീവ് ആണ്. ദെൻ തേർഡ് ഒക്ടന്റിൽ വരുന്ന സമയത്ത് നമുക്ക് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നെഗറ്റീവ് ആണ്. ക്ലിയർ? ദെൻ ഫോർത്ത് ക്വാഡ്രന്റിൽ അല്ലെ? ഫോർത്ത് ക്വാഡ്രന്റിൽ നമുക്ക് എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്. ഇവിടെ നോക്കാം, ഫോർത്ത് ഒക്ടന്റിൽ ആവുന്ന സമയത്തും എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്. രണ്ടും സെയിം അല്ലേ? ആണ്. അപ്പൊ കാര്യമായിട്ട് ഡിഫറൻസ് ഇല്ല. അപ്പം ഈ ഒരു ക്വാഡ്രന്റിന്റെ സിമ്പിൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒക്ടന്റെ സിമ്പിൾസ് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഫിഫ്ത്ത് ഒക്ടന്റിൽ അപ്പൊ അതെന്താ സംഭവിക്കുന്നത് നോക്കണ്ടേ? കാരണം നമുക്ക് അവിടെ ഫോർത്ത് അല്ലെ 4 ക്വാഡ്രൻസ് ഉണ്ടായിരുന്നുള്ളൂ. 4 ക്വാഡ്രൻസ് നമ്മൾ എന്ത് ചെയ്തു? 4 ഒക്ടന്റുമായിട്ട് കണക്ട് ചെയ്തു. അപ്പൊ അഞ്ചാമത്തത് എന്താ ചെയ്യാം? ഫിഫ്ത്ത് ഒക്ടന്റിൽ സിമ്പിൾ ആയിട്ട് ഒന്ന് നോക്കിക്കേ. ഇതവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഒക്ടന്റിൽ എന്താണോ നമ്മൾ ചെയ്തത്, എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ്, അതേ സാധനമാണ് ഫിഫ്ത്ത് ഒക്ടന്റിൽ വരുന്നത്. എക്സും പോസിറ്റീവ് ആണ്, വൈയും പോസിറ്റീവ് ആണ് അല്ലെ? ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെ വീണ്ടും വന്നു. ദെൻ സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഒക്ടന്റ് എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്, അതേ സാധനം വീണ്ടും സിക്സ്ത് ഒക്ടന്റിൽ എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്. ദെൻ തേർഡ് ക്വാഡ്രന്റ് അതല്ലെങ്കിൽ തേർഡ് ഒക്ടന്റിൽ എക്സ് നെഗറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ്. അപ്പൊ സെവൻത്ത് ഒക്ടന്റിലും അത് തന്നെയാണ്, റിപ്പീറ്റേഷൻ ആണ്. ഓക്കെ, ദെൻ ഫോർത്ത് ക്വാഡ്രന്റിൽ അല്ലെങ്കിൽ ഫോർത്ത് ഒക്ടന്റിൽ നമുക്ക് എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും ആണ്. അതേ സാധനം റിപ്പീറ്റേഷൻ ആണ്. ഇത് എവിടെ? അതിന് സെയിം റിപ്പീറ്റേഷൻ ആണ്. എയ്ത്ത് ഒക്ടന്റിൽ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്. ദെൻ താഴത്തെ സെഡ് കോർഡിനേറ്റിന്റെ കാര്യം സിമ്പിൾ ആയിട്ട് ഈ ടേബിൾ വരയ്ക്കാനുള്ള ഒരു ട്രിക്കാണ്. ടേബിൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ 2D ഗ്രാഫിൽ പഠിച്ച ക്വാഡ്രൻസിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ദെൻ നേരെ നമുക്ക് സെഡ് കോർഡിനേറ്റ് കൂടിയാണ് ഇനി പഠിക്കേണ്ടത് അല്ലെ? 3Dയിൽ നമുക്ക് എക്സ്ട്രാ വരുന്നത് സെഡ് കോർഡിനേറ്റ് ആണ്. മറ്റേ നമ്മൾ സെയിം ആണെന്ന് മനസ്സിലാക്കി. അല്ലെങ്കിൽ ഫിഫ്ത്ത് ക്വാഡ്രന്റ് മുതൽ ഫിഫ്ത്ത് ഒക്ടന്റ് മുതൽ സെയിം റിപ്പീറ്റേഷൻ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ സെഡ് കോർഡിനേറ്റ് ഒന്ന് ശ്രദ്ധിച്ചോ. സെഡ് കോർഡിനേറ്റ് ഇവിടെ ആദ്യത്തെ 4 സെഡ് കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. 4ലും പോസിറ്റീവ് കൊടുത്താൽ മതി. 4 ഒക്ടന്റിൽ സെഡ് കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. അടുത്ത 4 ഒക്ടന്റിൽ സെഡ് കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടേബിൾ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിന്റ് ഏത് ഒക്ടനിലാന്ന് പറയാനും പറ്റും. സിമ്പിൾ അല്ലേ? ഒന്ന് നോക്കിയേ. 5, -2, 3 അല്ലെ? അപ്പം എക്സ് പോസിറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ്, സെഡ് പോസിറ്റീവ് ആണ്. ഏത് ഒക്ടനിലായിരിക്കും? എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് സെഡ് പോസിറ്റീവ്. അപ്പൊ ഏതാണ് ഇത്? ഫോർത്ത് ഒക്ടന്റ് ആണെന്ന് പറയാം. സിമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോ. നെക്സ്റ്റ് പോയിന്റ് -7 -2 5 -7 -2 5. അപ്പൊ എക്സ് നെഗറ്റീവ് ആണ്, വൈ നെഗറ്റീവ്, സെഡ് എന്താ കിട്ടുന്നത്? സെഡ് പോസിറ്റീവ് ആണ്. അപ്പൊ എക്സ് നെഗറ്റീവ് വൈ നെഗറ്റീവ് സെഡ് പോസിറ്റീവ്. ഇത് ഏത് കോഡിലാണ്? ഏത് ഒക്ടനിലാണ്? തേർഡ് ഒക്ടന്റ് ആണെന്ന് മനസ്സിലായി. തേർഡ് ഒക്ടന്റിലാണ്. ഇപ്പൊ ഈ ഒരു രീതിയിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു ടേബിൾ പഠിക്കാനുള്ള ട്രിക്കാണ് പറഞ്ഞത്. ആ ടേബിൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ സമയമൊന്നും ആവശ്യമില്ല. നമുക്ക് എക്സാമിനും ആണെങ്കിലും സിമ്പിൾ ആയിട്ട് ആൻസർ പേപ്പറിൽ നമുക്ക് ഈ ഒരു ടേബിൾ വരച്ചെടുക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് റഫ് ആയിട്ട് വരച്ചാൽ മതി. ആ റഫ് ആയിട്ട് ഒരു ടേബിൾ വരച്ചു കഴിഞ്ഞാൽ ഏത് പോയിന്റിന്റെ കോർഡിനേറ്റ് തന്നു കഴിഞ്ഞാലും അത് ഏത് ഒക്ടനിലാണെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഒരൊറ്റ പോയിന്റ് കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. ഏതാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഈ ഒരു പോയിന്റോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്നൊരു
നെക്സ്റ്റ് ഫോം നമ്മൾ ഇതും എവിടെ പഠിച്ചതാണ്? ഇതേ സെയിം മോഡൽ നമ്മൾ സ്ട്രൈറ്റ് ലൈൻസിൽ അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ ജോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? ഒരു ഗ്രാഫിലെ 2 പോയിന്റ്സ് നമ്മുടെ ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ എന്താണ്? ഒരു ഗ്രാഫിൽ, അതായത് 3D ഗ്രാഫാണ്. അപ്പൊ 3D ഗ്രാഫിൽ 2 പോയിന്റ്സ് നമ്മൾ ഡിസ്റ്റൻസ് അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് കാണുന്ന സമയത്ത് നമുക്കറിയാം 2 പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ അല്ലെ, 3Dയിൽ 2 പോയിന്റ്സ് എടുക്കുന്ന സമയത്ത് A, B 2 പോയിന്റ്സ് എടുക്കുകയാണ്. എന്റെ കോർഡിനേറ്റ്സ് x1, y1, z1 എന്നെടുത്തു. ദെൻ ബിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ x2, y2, z2 എന്നെടുത്തു. ഇവിടെ എന്തുണ്ടാവും? 3 കോർഡിനേറ്റ്സ് ഉണ്ടാവും അല്ലെ. അങ്ങനെയാണെങ്കിൽ 2Dയിൽ പഠിച്ച ഡിസ്റ്റൻസ് ഫോർമുല പോലെ തന്നെയാണ് അതിൽ ഒരു കാര്യം കൂടി എക്സ്ട്രാ വന്നു. എന്താ? മൂന്നാമതൊരു കോർഡിനേറ്റ് ഉണ്ട്. അതുകൊണ്ട് z2 - z1 ഹോൾ സ്ക്വയർ അതുകൂടി എക്സ്ട്രാ വന്നു. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ഈക്വൽ ടു, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ 3 ഡയമെൻഷണൽ ജോമെട്രി, അതായത് 3D ഗ്രാഫിൽ നമുക്ക് 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഡിസ്റ്റൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ. അപ്പൊ ഈ ഒരു ഒറ്റ ഇക്വേഷൻ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി ഒക്ടൻസ് ഇൻ വിച്ച് ദി ഫോളോയിങ് പോയിന്റ്സ് ലൈ. അതായത് തന്നിരിക്കുന്ന പോയിന്റ്സ് ഏത് ഒക്ടന്റിലാണ് ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. ഇതുപോലെ തന്നെ നമുക്ക് പോയിന്റ് തന്നിട്ട് ഏത് പ്ലെയിനിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യനും നിങ്ങൾ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കാം. 1, 2, 3 അല്ലെ. 1, 2, 3 സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പറയാൻ പറ്റും. കാരണം എന്താ? 3 കോർഡിനേറ്റും പോസിറ്റീവ് ആണ്. 3 കോർഡിനേറ്റും പോസിറ്റീവ് ആയിട്ട് വരുന്ന ഒക്ടന്റ് ഫസ്റ്റ് ഒക്ടന്റ് ആണ്. അപ്പൊ ഇത് ഒക്ടന്റ് ആയിരിക്കും? ഫസ്റ്റ് ഒക്ടന്റിലെ പോയിന്റ് ആണ്. ക്ലിയർ? ദെൻ സെക്കൻഡ് പോയിന്റ് 4 - 2, 3 അല്ലെ. അവിടെ x പോസിറ്റീവ് ആണ്, y നെഗറ്റീവ് ആണ്, ദെൻ z പോസിറ്റീവ് ആണ്. നമുക്ക് ഇതാ ഈ ഒരു ടേബിളിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും x, y മാത്രമാണ് നെഗറ്റീവ് വരുന്നത്. അപ്പൊ 4th ഒക്ടന്റ് ആണ് അല്ലെ. അപ്പൊ ഇത് 4th ഒക്ടന്റിൽ ഒരു പോയിന്റ് ആണ്. നെക്സ്റ്റ് അടുത്ത പോയിന്റ് 4, -2, -5. 4, -2, -5 അല്ലെ. ഇപ്പൊ ഇവിടെ x മാത്രമാണ് പോസിറ്റീവ് ഉള്ളത്, y-ഉം z-ഉം നെഗറ്റീവ് ആണ്. സോ അത് 8th ഒക്ടന്റിലാണ് x-ഉം പോസിറ്റീവും y നെഗറ്റീവും z നെഗറ്റീവും ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് എത്രാമത്തെ ഒക്ടന്റ് ആണ്? 8th ഒക്ടന്റ് ആണെന്ന് കിട്ടി. നെക്സ്റ്റ് അടുത്ത പോയിന്റ് 4, 2, -5 അല്ലെ. 4, 2, -5 അവിടെ z കോർഡിനേറ്റ് മാത്രമാണ് നെഗറ്റീവ് വരുന്നത്. z കോർഡിനേറ്റ് മാത്രമാണ് നെഗറ്റീവ് ആയിട്ടുള്ളത്, x-ഉം y-ഉം പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ z കോർഡിനേറ്റ് മാത്രം നെഗറ്റീവ് ആയിട്ട് വരുന്നത് നമുക്ക് ഇതില് 5th ഒക്ടന്റിലാണ് x പോസിറ്റീവ്, y പോസിറ്റീവ്, z മാത്രം നെഗറ്റീവ് ആയിട്ട് വരുന്നത്. സോ നമുക്കിത് 5th ഒക്ടന്റിലാണെന്ന് മനസ്സിലായി. അതിനുശേഷം അടുത്തത് ഏതാണ്? -4, 2, -5 ഇവിടെ x നെഗറ്റീവ് ആണ്, y പോസിറ്റീവ് ആണ്, ദെൻ z നെഗറ്റീവ് ആണ്. x-ഉം z-ഉം നെഗറ്റീവ് ആണ്, y മാത്രമാണ് പോസിറ്റീവ് ആയിട്ട് വരുന്നത്. നമുക്ക് ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏത്? x നെഗറ്റീവ്, ദെൻ y പോസിറ്റീവ്, z നെഗറ്റീവ് അല്ലെ. അപ്പൊ അതില് y മാത്രമാണ് പോസിറ്റീവ് ആയിട്ട് വരുന്നത്, x-ഉം z-ഉം നെഗറ്റീവ് ആയിട്ട് വരുന്നത് 6th ഒക്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഏതാണ് കിട്ടി? 6th ഒക്ടന്റ് ആണ് ആ ഒരു പോയിന്റ് എന്ന് മനസ്സിലാക്കാം. ദെൻ അടുത്ത് വരുന്ന ഏതാണ്? -4, 2, 5 -4, 2, 5 അതില് x മാത്രമാണ് നെഗറ്റീവ് വന്നത്. x നെഗറ്റീവ്, y-ഉം z-ഉം എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ അത് അവിടെ ഉണ്ട്. x നെഗറ്റീവ്, y പോസിറ്റീവ്, z പോസിറ്റീവ്. അത് ഏത് ഒക്ടന്റിലാണ്? 2nd ഒക്ടന്റിലാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് 2nd ഒക്ടന്റിലാണെന്ന് കിട്ടും. നെക്സ്റ്റ് അടുത്ത പോയിന്റ് -3, -1, 6 ആണ് അല്ലെ. x നെഗറ്റീവ്, y നെഗറ്റീവ്, z പോസിറ്റീവ്. അപ്പൊ x നെഗറ്റീവ്, y നെഗറ്റീവ്, z പോസിറ്റീവ് ആയിട്ട് വരുന്നത് അവിടെ ഉണ്ട്. ഏത് ഒക്ടന്റ് ആണ്? 3rd ഒക്ടന്റിലാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് 3rd ഒക്ടന്റിലാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് അല്ലെ. നമുക്ക് ആകെ ഒരു ഈ ടേബിൾ സിമ്പിൾ ആയിട്ട് ഈ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് -2, -4, -7 അല്ലെ. 3ഉം x-ഉം y-ഉം z-ഉം നെഗറ്റീവ് ആണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കാം. ഏതായിരിക്കും? 7th ഒക്ടന്റ് ആണ്. 7th ഒക്ടന്റ് അല്ലെ. 7th ഒക്ടന്റിൽ 3ഉം നെഗറ്റീവ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിൽ സിമ്പിൾ ആയിട്ട് പഠിച്ചിക്കേണ്ട ഒരു കാര്യം ഇതാണ്. 3ഉം പോസിറ്റീവ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഒക്ടന്റ് ആണ്, 3ഉം നെഗറ്റീവ് ആയിട്ട് വരുന്നത് 7th ഒക്ടന്റ് ആണെന്നുള്ളത് അവിടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ?
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റൻസ് അല്ലെ. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോളോയിങ് പെയർ ഓഫ് പോയിന്റ്സ്. അതായത് താഴെ തന്നിരിക്കുന്ന പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനാണ് സിമ്പിൾ. അപ്പം ഫസ്റ്റ് പോയിന്റ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ എ ബി എന്ന് കൊടുക്കാം. പോയിന്റിനെ നെയിം ചെയ്യാം എ ബി അല്ലെ. ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് 2 3 5 ആണ്. ദെൻ ഇവിടെ 4,3,1 അല്ലെ. നമ്മൾ എന്തായിരുന്നു ഡിസ്റ്റൻസ് ഫോർമുല അല്ലെ. ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ പഠിച്ചു, ഇക്വേഷൻ പഠിച്ചു. ഡിസ്റ്റൻസ് d ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ എന്നതാണ് നമ്മൾ ഇക്വേഷൻ ഡിസ്റ്റൻസ് ഫോർമുല ഇക്വേഷൻ പഠിച്ചത് 3D അല്ലെ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഇക്വേഷനിലേക്ക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബി എന്ന് നെയിം ചെയ്ത ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് നമുക്ക് x2 y2 z2 ആയിട്ട് എടുക്കാം. ദെൻ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് x1 y1 z1 ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ എന്താ നേരെ വാല്യൂസ് കൊടുത്തോ, റൂട്ട് ഓഫ് പറഞ്ഞു x2 മൈനസ് x1 ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ 4 മൈനസ് 2 അല്ലെ. 4 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് y2 മൈനസ് y1 അപ്പൊ 3 മൈനസ് 3 അല്ലെ. 3 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ആണ് അല്ലെ. അപ്പൊ z2 1ഉം z1 5ഉം 1 മൈനസ് 5 ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടുക. ദെൻ ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, നെക്സ്റ്റ് എന്താ കിട്ടുക, 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ന്റെ സ്ക്വയർ അല്ലെ. 4 മൈനസ് 2 ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ 4 മൈനസ് 2 സ്ക്വയർ എന്ത് കിട്ടും, 4 പ്ലസ് 3 മൈനസ് 3 0 ആണ്. 0 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 0 ആണ്. അപ്പൊ 0 പ്ലസ് ദെൻ 1 മൈനസ് 5 എന്ത് കിട്ടും, 1 മൈനസ് 5 യെസ് മൈനസ് 4 ആണ്. മൈനസ് 4ന്റെ സ്ക്വയർ എന്ത് കിട്ടുന്നത്, 16 കിട്ടും. സിമ്പിൾ ആണ്. ദെൻ 4 പ്ലസ് 0 പ്ലസ് 16 4 പ്ലസ് 0 പ്ലസ് 16 അപ്പൊ എന്ത് കിട്ടും, 20 റൂട്ട് 20 അല്ലെ. ഓക്കെ, അപ്പൊ ഇത് മതി ആൻസർ. റൂട്ട് 20 യൂണിറ്റ്സ് എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുക. വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, റൂട്ട് 20 എന്ന് പറയുന്നത് എന്താണ്, 4 into 5 ആണ് അല്ലെ. 4 into 5 എന്ന് എഴുതാൻ പറ്റും. 20നെ 4 into 5 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ റൂട്ടിനുള്ളിൽ ഇപ്പോൾ ഉള്ള 4ന് കറക്റ്റ് റൂട്ട് ഉണ്ട് അല്ലെ. 20ക്ക് റൂട്ടില്ല, അതുകൊണ്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തു. 4 into 5 എന്ന് എഴുതി കഴിഞ്ഞാൽ 4ന്റെ റൂട്ട് 2 ആണ്. അപ്പൊ 2നെ പുറത്തേക്ക് എടുത്തിട്ട് 2 root 5 എന്ന് എഴുതാം. 2 root 5 യൂണിറ്റ്സ് എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ, സെറ്റ് അല്ലേ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇതിന്റെ കുറച്ച് അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദി പോയിന്റ്സ് -2, 3, 5 ഇതിനെ എ എന്ന് നെയിം ചെയ്യാം. ദെൻ 1, 2, 3 ബി എന്ന് പേര് കൊടുത്തു. ആൻഡ് 7, 0, -1 ഈ പോയിന്റിനെ സി എന്ന് എടുത്തു. ആർ കൊളീനിയർ. ഓക്കെ, എന്താണ് ഈ 3 പോയിന്റ്സ് -2, 3, 5 1, 2, 3 ആൻഡ് 7, 0, -1 ഈ 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ കൊളീനിയർ എന്ന് പറയുന്ന സമയത്ത് എന്താണ് കൊളീനിയറിന്റെ മീനിങ്? യെസ്, എന്താണ്, 3 പോയിന്റ്സും ഒരു സെയിം ലൈനിലാണ്, ഒരേ ലൈനിൽ, ഒരു സ്ട്രൈറ്റ് ലൈനിലാണ് അല്ലെ. അപ്പൊ ഒരു സെയിം ലൈനിലെ പോയിന്റ്സ് ആണെന്ന്, ഒരേ ലൈനിൽ വരുന്ന പോയിന്റ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് കൊളീനിയർ എന്നതിന്റെ മീനിങ്. അതായത് എയും ബിയും സിയും ഈ ഒരു സെയിം ലൈനിൽ പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരൊറ്റ കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇതാണ്. നോക്കിക്കോ, എ ബി സി ഒരേ ലൈനിലെ പോയിന്റ്സ് ആണെങ്കിൽ എബിന്റെ ഡിസ്റ്റൻസും ദെൻ ബിസിന്റെ ഡിസ്റ്റൻസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഫോർ എക്സാമ്പിൾ എബിന്റെ ഡിസ്റ്റൻസ് ഒരു 3 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 3 യൂണിറ്റ്സ് ആണ്. ദെൻ ബിസിന്റെ ഡിസ്റ്റൻസ് ഒരു 6 യൂണിറ്റ്സും ആണ്. എബിന്റെ ഡിസ്റ്റൻസ് 3 സെന്റിമീറ്ററും ബിസിന്റെ ഡിസ്റ്റൻസ് 6 സെന്റിമീറ്ററും ആണെങ്കിൽ നമുക്ക് ഇത് രണ്ടുകൂടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, എ ബി പ്ലസ് ബി സി എന്ത് കിട്ടും? 3 + 6 = 9 ആണെന്ന് കിട്ടും. അതെന്താണ്? ഏസിന്റെ ടോട്ടൽ ലെങ്ത് ആണ് അല്ലെ. അതായത് നമുക്ക് ഇവിടുന്ന് എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി എന്നാണ് കിട്ടുക അല്ലെ.
ഈ ഒരു സിമ്പിൾ പോയിന്റ് ആണ് നമ്മൾ എവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, എവിടെ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെ, എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി എന്ന് കാണിക്കാൻ പറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സെയിം മോഡൽ, അല്ലെ, അതായത് എ സി എന്തായിരിക്കണം, ഏറ്റവും വലിയ ലെങ്ത് ഉള്ള, ഏറ്റവും കൂടുതൽ കിട്ടുന്നത്, അല്ലെ, നമ്മൾ ഡിസ്റ്റൻസ് കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് നമ്മൾ എ സി ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റി കഴിഞ്ഞാൽ എന്താണെന്ന് പറയാം, ഈ 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ 3 പോയിന്റ്സിൽ നിന്ന് എടുക്കാം, അല്ലെ. 3 പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? -2, 3, 5, അല്ലെ, ഫസ്റ്റ് പോയിന്റ് -2, 3, 5. അതിനെ എ എന്ന് കൊടുക്കാം. എ എന്ന പോയിന്റ് -2, 3, 5. ദെൻ അടുത്ത പോയിന്റ് ഏതായിരുന്നു? ബി എന്ന പോയിന്റ് 1, 2, 3, അല്ലെ, 1, 2, 3. 1, 2, 3 രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ ബി 1, 2, 3 ആണ് ബിന്റെ കോർഡിനേറ്റ്സ്. ദെൻ തേർഡ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് ഏതായിരുന്നു? യെസ്, 7, 0, -1. 7, 0, -1. ഓക്കെ, അപ്പം സി എന്ന പോയിന്റ് 7, 0, -1 എന്ന് നമ്മൾ എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ എ ബിന്റെ ഡിസ്റ്റൻസ് കാണണം, ദെൻ ബി സിന്റെ ഡിസ്റ്റൻസും അതുപോലെ തന്നെ എ സിന്റെ ഡിസ്റ്റൻസും. ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഈ 3 പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന 3 ലൈൻസ് ആണ്, അല്ലെങ്കിൽ 3 ഡിസ്റ്റൻസുകളാണ് ഇവിടുന്ന് കണ്ടെത്താൻ പറ്റുന്ന 3 ഡിസ്റ്റൻസ്. അത് 3ഉം കണ്ടെത്തണം. അപ്പൊ നോക്കാം എ ബി, അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് എ ബി ഈക്വൽ ടു, ഡിസ്റ്റൻസ് ഫോമിൽ ഇക്വേഷൻ അറിയാലോ, അല്ലെ. ഇക്വേഷൻ അവിടെ എഴുതി വെക്കാം. എന്താ? x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ. ഓക്കെ, സിംപിളി നമുക്ക് ചെയ്യാൻ പറ്റും എ ബിന്റെ ഡിസ്റ്റൻസ്. അപ്പൊ x2 - x1, അല്ലെ, അതായത് എ ബി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് എന്ത് ചെയ്യാം, x2 ആയിട്ട് എടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിനെ x1 ആയിട്ട് എടുക്കാം. അതിന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് അവിടെ 1 - -2 എന്നാ വരിക, അല്ലെ. 1 - -2 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് y2 - y1. അപ്പൊ 2 - 3 ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് z2 - z1 എന്ന് പറയുമ്പോൾ 3 - 5, അല്ലെ. 3 - 5 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പില് 1 - -2 എന്ന് പറയുമ്പോൾ 1 + 2 ആവും, അല്ലെ. മൈനസ് പ്ലസ് ആയിട്ട് 1 + 2 3 സ്ക്വയർ 9 കിട്ടും. 9 + 2 - 3 -1 ആണ്. -1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. പ്ലസ് 3 - 5 അവിടെ -2 എന്ന് കിട്ടും. -2 സ്ക്വയർ എന്താണ്? 4, അല്ലെ. ഓക്കെ, അപ്പൊ 9 + 1 10 + 4 14 യൂണിറ്റ്സ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എ ബിന്റെ ഡിസ്റ്റൻസ് കിട്ടി, അല്ലെ. എ ബി ഈക്വൽ ടു √14 യൂണിറ്റ്സ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ എ ബി അവിടെ കണ്ടേ. ഇനി ഏത് കാണണം? ഇനി നമുക്ക് ബി സി കണ്ടുനോക്കാം, അല്ലെ. ബി സിന്റെ ഡിസ്റ്റൻസ് ബി സി ഈക്വൽ ടു സെയിം ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെ. ഏതാണ് ഇക്വേഷൻ? ബി സി ഈക്വൽ ടു √(x2 - x1) പ്ലസ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ. സെയിം ഇക്വേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് നേരെ വാല്യൂ അതിലേക്ക് കൊടുക്കാം. √ ഏതാ വരെ അവിടെ? x2 - x1. ബി സി ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ 7 - 1 ഹോൾ സ്ക്വയർ, 7 - 1 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് 0 - അല്ലെ y2 - y1 0 - 2 ഹോൾ സ്ക്വയർ 0 - 2 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ആണ്. അപ്പൊ -1 - 3 ഹോൾ സ്ക്വയർ, അല്ലെ. -1 - 3 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇപ്പൊ ഇവിടെ 7 - 1 എന്ത് കിട്ടും? √7 - 1 6 സ്ക്വയർ 36 എന്ന് കിട്ടും. പ്ലസ് 0 - 2 -2 ആണ്. -2ന്റെ സ്ക്വയർ എന്താ വരുന്നത്? 4, അല്ലെ. പ്ലസ് -1 - 3 രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ, അല്ലെ, ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് തന്നെ കൊടുക്കണം. അപ്പൊ -4ന്റെ സ്ക്വയർ 16 കിട്ടും. അപ്പൊ 36 + 4 40 + 16 എന്താ വരുന്നത്? √56 എന്ന് കിട്ടും, അല്ലെ. √56 യൂണിറ്റ്സ്. ഇവിടെ നമുക്ക് ഈ 14നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി
√56 എന്ന് കിട്ടി അല്ലെ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഏത് കാണണം? എസിന്റെ ഡിസ്റ്റൻസ് കൂടി കാണണം അല്ലെ. അപ്പൊ എസിന്റെ ഡിസ്റ്റൻസ് AC ഈക്വൽ ടു സെയിം ഇക്വേഷൻ തന്നെയാണ് √of അല്ലെ x2 - x1 whole square plus y2 - y1 whole square plus z2 - z1 whole square. അപ്പൊ ഇവിടെ നമുക്ക് എസിന്റെ ഡിസ്റ്റൻസ് 7 - -2 അല്ലെ. 7 - -2 whole square plus then y2 - y1 0 - 3 അല്ലെ. 0 - 3 whole square plus next z2 - z1 അപ്പൊ -1 - 5 ആണ് അല്ലെ. -1 - 5 whole square. ഓക്കെ, ഇപ്പൊ ഇവിടെ AC ഈക്വൽ ടു എന്ത് കിട്ടും? √of 7 - -2 പ്ലസ് ആയി. 7 + 2 എന്ന് പറയുമ്പോൾ 9 സ്ക്വയർ 81 പ്ലസ് നെക്സ്റ്റ് 0 - 3 അല്ലെ. -3 സ്ക്വയർ ആണ്. -3 സ്ക്വയർ 9 പ്ലസ് -1 - 5 എന്ന് പറയുമ്പോൾ -6 അല്ലെ. -6 സ്ക്വയർ 36. അതായത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 81 + 9 90 പ്ലസ് 36 126 √126 എന്ന് കിട്ടും അല്ലെ. അപ്പൊ √126 അതുപോലെ തന്നെ √56 ഇത് രണ്ടിനും ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 56 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ. 56 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 14 അല്ലേ കിട്ടുക. യെസ്, √56. ഇവിടെ നമ്മൾ BC കിട്ടിയത് BC ഈക്വൽ ടു നമുക്ക് √56 എന്നാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. √56 ഈ √56 നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതായത് 4 × 14 എഴുതാൻ പറ്റും. 4 × 14. ദെൻ ഇവിടെ 4 എന്ന് പറയുന്നത് അല്ലെ ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആണ്. 4ന്റെ റൂട്ട് 2 ആണ്. അതിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 പിന്നെ റൂട്ടിനുള്ളത് 14 ആണ്. 2√14 യൂണിറ്റ്സ് എന്ന് നമുക്ക് എന്ത് എഴുതാം? BCന്റെ ലെങ്ത് എഴുതാം. അപ്പൊ ഇവിടെ AB √14 ആണ്. BC 2√14 ആണ്. ഇതിനെയും ആ ഒരു ടേമിലേക്ക് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതായത് 126 എന്ന് പറയുന്നത് ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. √126 അല്ലെ. 126 നമുക്ക് √of 9 × 14 എന്ന് എഴുതാൻ പറ്റും. 126 നമുക്ക് കറക്റ്റ് ആയിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഒന്ന് കിട്ടും 9 × 14 അല്ലെ. അപ്പൊ അവിടെ 9 × 14 9 ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആയതുകൊണ്ട് 9ന്റെ റൂട്ട് എന്ത് കിട്ടും? AC ഈക്വൽ ടു 9ന്റെ റൂട്ട് 3 ആണ്. 3√14 യൂണിറ്റ്സ് എന്ന് കിട്ടും. AC ഈക്വൽ ടു 3√14 യൂണിറ്റ്സ്. അതായത് ഇപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ഏറ്റവും കൂടുതൽ ലെങ്ത് ഏറ്റവും കൂടുതൽ ഇത് AC ആണ് അല്ലെ. 3√14 ആണ്. ദെൻ ABന്റെ ലെങ്ത് √14 BCന്റെ ലെങ്ത് 2√14 ആണ്. സോ നമുക്ക് ഇവിടുന്ന് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും AB + BC ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? AB + BC ആഡ് ചെയ്താൽ AB എത്രയാണ്? √14 ആണ്. √14 പ്ലസ് ദെൻ BC 2√14 ആണ് കിട്ടിയത്. BC അല്ലെ. അപ്പൊ 2√14 എന്താ? √14 + 2√14 എന്താ കിട്ടുക? നമ്മൾ സാധാരണ x + 2x ആഡ് ചെയ്യാറുണ്ട് അല്ലെ. x + 2x ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് അവിടെ നമുക്ക് 3x എന്ന് കിട്ടും അല്ലെ. x + 2x. അതുപോലെ തന്നെ √14 + 2√14 എന്താ കിട്ടുക? 3√14 എന്ന് കിട്ടും. 3√14 ദാറ്റ് ഈസ് 3√14 എന്ന് പറയുന്നത് എന്താണ്? ACന്റെ ലെങ്ത് ആണ് അല്ലെ. അപ്പം AC ഈക്വൽ ടു AC എന്ന് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് AB + BC ഈക്വൽ ടു AC ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പോ സോ എന്ത് പറയാം? ഈ 3 പോയിന്റ്സ് A, B, C are കൊളീനിയർ എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റും. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഒരു നന്നായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ജസ്റ്റ് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വെരിഫൈ ദി ഫോളോയിങ്. ഇതും നേരത്തെ നമ്മൾ കൊളീനിയർ ചെയ്ത പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് അതിൽ ഒരു ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് 3 പോയിന്റ്സ് 0, 7, -10, 1, 6, -6 and 4, 9, -6 are the vertices of an isosceles triangle. ഓക്കെ, അപ്പൊ ഈ ഒരു 3 പോയിന്റ്സ് നമുക്ക് ഇതിനെ നെയിം ചെയ്യാം. A, B, C എന്നെടുക്കാം. അപ്പൊ ഈ 3 പോയിന്റ്സ് ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എന്താ ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ സ്പെഷ്യാലിറ്റി?
നമ്മൾ മുമ്പേ പഠിച്ചതാണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്ന സമയത്ത് അല്ലേ, 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണെന്ത് ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെ. 2 സൈഡ്സ് ഈക്വൽ ആയിട്ട് കിട്ടണം. അപ്പൊ നമുക്ക് ഇതിൽ എ ബിയും ദെൻ ബി സിയും ഈക്വൽ ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. നമുക്കിവിടെ ഡിസ്റ്റൻസ് കാണാൻ പറ്റും അല്ലെ. നമ്മൾ എ ബി സി 3 പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ ബിന്റെ ഡിസ്റ്റൻസ് കാണാം, അതുപോലെ തന്നെ ബി സിന്റെ ഡിസ്റ്റൻസ് കാണാം. ദെൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എ സിന്റെ ഡിസ്റ്റൻസ് കൂടി കണ്ടുനോക്കാം. ഈ 3 ഡിസ്റ്റൻസിൽ, അതായത് 3 സൈഡ്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു ട്രയാങ്കിൾ എ ബി സിന്റെ 3 സൈഡ്സ് ആയിട്ടാണ് നമ്മൾ ഇതിനെടുക്കുന്നത്. അപ്പം ഈ ഒരു 3 സൈഡ്സിൽ ഏതെങ്കിലും 2 എണ്ണം ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ഈ 3 പോയിന്റ്സ് ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ്, നമുക്ക് ആദ്യം എ ബിന്റെ ഡിസ്റ്റൻസ് കാണണം അല്ലെ. എ ബിന്റെ ഡിസ്റ്റൻസ് കാണും. ഓക്കെ, അപ്പം എ ബിന്റെ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണെന്ത്, റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല അല്ലെ. നമുക്ക് ഈ ചാപ്റ്ററിൽ ആകെ എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രമേ യൂസ് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു ഒറ്റ ഇക്വേഷൻ നിങ്ങൾ ആദ്യം പഠിച്ചതാണ്, സ്ട്രൈറ്റൻസിലും പഠിച്ചതിലേക്ക് ഒരു z2 - z1 ഹോൾ സ്ക്വയർ എക്സ്ട്രാ വന്നിട്ടേ ഉള്ളൂ. അപ്പൊ അത് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പം എ ബിന്റെ ഡിസ്റ്റൻസ് കാണുമ്പം x2 - x1 ഹോൾ സ്ക്വയർ പറഞ്ഞോ, എന്താ കിട്ടുന്നത്, 1 - 0 അല്ലെ, 1 - 0 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1, അപ്പൊ 6 - 7 ആണ് അല്ലെ, 6 - 7 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് z2 - z1. ഇവിടെ -6ഉം പുറത്ത് -10ഉം ആണ്, ശ്രദ്ധിക്കുക. -6 -10, അവിടെ ആ ഒരു വാല്യൂവിൽ തന്നെ എന്തുണ്ട്, കോർഡിനേറ്റിൽ തന്നെ ഒരു മൈനസ് കൂടി ഉണ്ട്. അപ്പൊ -6 - -10 ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ എന്താ കിട്ടുന്നത്, റൂട്ട് ഓഫ് 1 - 0 1 ആണ് അല്ലെ, 1ന്റെ സ്ക്വയർ 1 തന്നെ കിട്ടും പ്ലസ് 6 - 7 -1 ആണ്, -1ന്റെ സ്ക്വയർ അതും 1 തന്നെയാണ്. ദെൻ നെക്സ്റ്റ് -6 -10 ആണ്, അതെന്തായിട്ട് മാറും, -6 + 10 കിട്ടും അല്ലെ. മൈനസും മൈനസും പ്ലസ് ആവും. അപ്പൊ -6 + 10. ഓക്കെ, -6 + 10 എന്ന് പറയുമ്പോൾ എന്താ കിട്ടും നമുക്ക്, 4 അല്ലേ. യെസ്, 4 ആ കിട്ടുക. -6 + 10 അല്ലെ, 4. അപ്പൊ 4 സ്ക്വയർ എന്താ, 4 സ്ക്വയർ 16. ഓക്കെ, സോ 1 + 1 + 16 എന്ത് കിട്ടും, റൂട്ട് 18 കിട്ടും. എ ബിന്റെ ഡിസ്റ്റൻസ് ഈക്വൽ ടു റൂട്ട് 18 യൂണിറ്റ്സ് ആണ് കിട്ടി. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്താ, 18 നമുക്ക് 9 × 2 എന്ന് എഴുതാൻ പറ്റും. 9 √ 3 ആണ്, അപ്പൊ 3 √ 2 യൂണിറ്റ്സ് ആണ് എഴുതാൻ പറ്റും. അതിന് ആവശ്യമില്ല ഇവിടെ നോക്കാം. അപ്പൊ എ ബി ഈക്വൽ ടു റൂട്ട് 18 യൂണിറ്റ്സ്. ദെൻ ഇനി നമുക്ക് എന്ത് വേണം, എ ബി കണ്ടു കഴിഞ്ഞു അല്ലെ, എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടു. ദെൻ ബി സി, ആ ഒരു ട്രയാങ്കിളിന്റെ എ ബി സി എന്ന ട്രയാങ്കിളിന്റെ നെക്സ്റ്റ് ഒരു സൈഡ് ആയിട്ട് നമ്മൾ ബി സി എടുക്കുകയാണെങ്കിൽ അല്ലെ, ബി സി എടുക്കുന്ന സമയത്ത് ബി സിന്റെ ഡിസ്റ്റൻസ് അല്ലെ, ബി സിന്റെ ഡിസ്റ്റൻസ് കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ്സ് ബി സിന്റെ ഡിസ്റ്റൻസ് ബി സി ഈക്വൽ ടു സെയിം ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ ഇക്വേഷൻ ഒരു തവണ എഴുതിയാൽ മതി, ഒരു ക്വസ്റ്റിൽ ഒരു തവണ എഴുതിയാൽ മതി. x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് ബി സി ആണ് കാണേണ്ടത്. അപ്പം ബിന്റെയും സിന്റെയും കോർഡിനേറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് വാല്യൂസ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നോക്കാം, 4 - x2 - x1 അല്ലെ. അപ്പൊ 4 - 1 ഹോൾ സ്ക്വയർ, 4 - 1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 എന്ന് പറയുമ്പോൾ എന്താ കിട്ടുന്നത്, 9 - 6 ഹോൾ സ്ക്വയർ അല്ലെ, 9 - 6 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 അല്ലേ അടുത്തത്. അപ്പൊ z2 - z1 -6 എന്നാണ് അല്ലെ, -6 -6 ഹോൾ സ്ക്വയർ. ഓക്കെ, -6 ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ റൂട്ട് ഓഫ് 4 - 1 3 ആണ്, 3ന്റെ സ്ക്വയർ എന്ത് കിട്ടും, 9 ആണ് കിട്ടും. ഓക്കെ, ദെൻ 9 - 6 3 കിട്ടും, 3ന്റെ സ്ക്വയർ അവിടെ എന്ത് കിട്ടും, യെസ് 9 കിട്ടും. ദെൻ പ്ലസ് -6 -6 ആണ് അല്ലെ, അത് പ്ലസ് ആവും. അതായത് -6 + 6 എന്ന് എഴുതാൻ പറ്റും. -6 + 6
അപ്പൊ എന്ത് കിട്ടും? 0 ആണ് കിട്ടുന്നത്, ഈക്വൽ ടു 0 ആണ് അല്ലെ? അപ്പൊ 0ന്റെ സ്ക്വയർ അത് 0 തന്നെയാണ്. അപ്പൊ എന്ത് വരും? 9 + 9 + 0 അതെന്താ കിട്ടുന്നത്? അപ്പൊ ബി സി ഈക്വൽ ടു എന്ത് കിട്ടി? ബി സി ഈക്വൽ ടു √18 യൂണിറ്റ്സ് എന്ന് കിട്ടി അല്ലെ? √18 യൂണിറ്റ്സ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്തായിരുന്നു കിട്ടേണ്ടിയിരുന്നത്? നമുക്ക് ഏതെങ്കിലും രണ്ട് സൈഡ് അല്ലെ? നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ 3 പോയിന്റ്സ് ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഏതെങ്കിലും രണ്ട് സൈഡ്സിന്റെ ലെങ്ത് നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടിയാൽ മതി അല്ലെ? അപ്പൊ ഇവിടെ നോക്കൂ, എബിന്റെ ഡിസ്റ്റൻസ് എന്ന് കിട്ടി √18 യൂണിറ്റ്സ് ആണ്. സെയിം അതുപോലെ തന്നെ എന്ത് കിട്ടി? ഇവിടെ നെക്സ്റ്റ് ബിസിന്റെ ഡിസ്റ്റൻസ് എന്ത് കിട്ടി? √18 യൂണിറ്റ്സ് ആണ്. സോ നമുക്ക് ഇവിടെ എന്ത് പറയാം? എ ബി ഈക്വൽ ടു ബി സി ആണ് അല്ലെ? അപ്പൊ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. Therefore ABC are the vertices of a എന്ത് പറയണം? ഐസോസെലസ് ട്രയാങ്കിൾ. അല്ലെങ്കിൽ പോയിന്റ്സ് അതുപോലെ എഴുതാം അല്ലെ? അതുപോലെ എഴുതിയിട്ട് ആർ ദി വെർട്ടിസസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായി? ആൻസർ ആയി അല്ലെ? വെർട്ടിസസ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ. ഓക്കെ, ഇതാണ് നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ അല്ലെ? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഉള്ളത്? ഇവിടെയും ഇതുപോലെ തന്നെ 3 പോയിന്റ്സ് ആണ് അല്ലെ? ഇതും വെരിഫൈ ചെയ്യാനുള്ള നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. 0, 7, 10. 0, 7, 10, -1, 6, 6 and -4, 9, 6 are the vertices of a right triangle എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നേരത്തെ ഐസോസെലസ് ട്രയാങ്കിൾ ആയിരുന്നു, ഇവിടെ എന്താ വരുന്നത്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. ചെറിയൊരു ഡിഫറൻസ് എവിടെ ഉള്ളൂ? ഇവിടെയും നമുക്കൊരു ട്രയാങ്കിൾ, പക്ഷെ ഇതെന്തായിരിക്കണം? റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കണം അല്ലെ? റൈറ്റ് ട്രയാങ്കിൾ ആണ് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് പേര് കൊടുക്കാം എ ബി സി എന്ന്. ഈ 3 പോയിന്റ്സ് നെയിം ചെയ്ത് കഴിഞ്ഞാൽ എ ബി സി എന്നത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് റൈറ്റ് ട്രയാങ്കിളിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഒരാളുടെ പേരിൽ എന്തായിരുന്നു? പൈതഗോറസ് തിയറം അല്ലെ? അപ്പൊ ഇതിൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലിക്കബിൾ ആണ്, അതായത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് ഏറ്റവും വലിയ സൈഡ്, അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ ഏതാണ് ഏറ്റവും വലിയ സൈഡ് ആയിട്ട്, ഏറ്റവും ലോങ്സ്റ്റ് സൈഡ് ആയിട്ട് വരുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ലോങ്സ്റ്റ് സൈഡ് അല്ലെ? അതിന്റെ സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതാ വരേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? ലോങ്സ്റ്റ് സൈഡ് ആയിരിക്കും ഹൈപ്പർന്യൂസ് ആയിട്ട് വരിക. അപ്പം ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പർന്യൂസ് സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈ ഒരു 3 പോയിന്റ്സ് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിന് ആൻസർ ചെയ്ത് നോക്കാം. നോക്കിക്കോ, എ ബി സെയിം ഇക്വേഷൻ വരും. നമുക്ക് എ ബിന്റെ ഡിസ്റ്റൻസ് കാണണം ആദ്യം. എ ബി ഈക്വൽ ടു അല്ലെ? സെയിം ഇക്വേഷൻ √(x2 - x1) whole square plus y2 - y1 whole square plus z2 - z1 whole square. ഓക്കെ, ദെൻ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് എന്താ വരുന്നത്? എ ബി അല്ലെ? അപ്പൊ എ ബിന്റെ കോർഡിനേറ്റ്സ് കൊടുക്കാം. അപ്പൊ x2 - x1 -1, -1 -0 -1 whole square plus y2 - y1 അല്ലെ? അപ്പൊ ഇവിടെ 6 - 7 whole square plus ലാസ്റ്റ് z2 - z1 അതായത് 6 - 10 whole square. 6 - 10 whole square. Okay, then -1 - 0 എന്ന് പറയുമ്പോൾ -1 തന്നെയാണ്. -1ന്റെ സ്ക്വയർ 1 കിട്ടും. 1 plus 6 - 7 -1 അല്ലെ? -1ന്റെ സ്ക്വയർ 1 plus 6 - 10. 6 - 10 എന്താ കിട്ടുക? -4 ആണ് അല്ലെ? -4ന്റെ സ്ക്വയർ 16 കിട്ടും. 1 plus 1 plus 16 ഈക്വൽ ടു √18 കിട്ടും അല്ലെ? അപ്പൊ √18 യൂണിറ്റ്സ്. അപ്പൊ √18 യൂണിറ്റ്സ് ആണ് നമുക്ക് എന്ത് കിട്ടിയത്? എ ബിന്റെ ഡിസ്റ്റൻസ് കിട്ടിയത്. ദെൻ ഇതുപോലെ തന്നെ എന്ത് കാണണം? ബേസിന്റെ ലെങ്ത് കാണണം, അതുപോലെ തന്നെ എസിന്റെ ലെങ്ത്തും കാണണം.
ക്ലിയർ? അപ്പൊ നമുക്ക് അടുത്തത് ബീസിന്റെ ലെങ്ത്. ഓക്കെ, ബി സി ഈക്വൽ ടു സെയിം ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ ഇക്വേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റൂട്ട് ഓഫ് x2 മൈനസ് x1 അല്ലെ. അപ്പൊ x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ ബിസിന്റെ ഡിസ്റ്റൻസ് ആണല്ലോ അല്ലെ, ഇവിടെ നിന്ന് എടുക്കണം. -4 മൈനസ് -1 ഹോൾ സ്ക്വയർ, -4 മൈനസ് -1 ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് y2 മൈനസ് y1. അപ്പൊ 9 മൈനസ് 6 ഹോൾ സ്ക്വയർ, 9 മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് ലാസ്റ്റ് z2 മൈനസ് z1 ആണ് അല്ലെ. അപ്പൊ 6 മൈനസ് 6 ഹോൾ സ്ക്വയർ, 6 മൈനസ് 6 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇപ്പൊ എന്താ വരുന്നത് ഇവിടെ? റൂട്ട് ഓഫ് -4 മൈനസ് -1 എന്താവും? പ്ലസ് ആവുന്നുണ്ട് അല്ലെ. -4 പ്ലസ് 1 എന്ന് പറയുന്ന സമയത്ത് -3 കിട്ടും. -4 പ്ലസ് 1 എന്ന് പറയുമ്പോൾ -3, -3ന്റെ സ്ക്വയർ 9 ആണ്. പ്ലസ് നെക്സ്റ്റ് 9 മൈനസ് 6 അല്ലെ. 9 മൈനസ് 6 എന്ന് പറയുന്ന സമയത്ത് എന്താ കിട്ടുന്നത്? 3 അല്ലെ. 3ന്റെ സ്ക്വയർ അതും 9 ആണ്. ദെൻ 6 മൈനസ് 6 ആണ് എടുത്തത് അല്ലെ. 6 മൈനസ് 6 എന്ന് പറയുന്ന സമയത്ത് എന്ത് കിട്ടുന്നത്? യെസ്, 0 ആണ്. അപ്പൊ 0ന്റെ സ്ക്വയർ 0. അപ്പൊ 9 പ്ലസ് 9 റൂട്ട് 9 പ്ലസ് 9, അതായത് ബി സി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ബി സി ഈക്വൽ ടു റൂട്ട് 18 യൂണിറ്റ്സ് കിട്ടി അല്ലെ. ഓക്കെ, ദെൻ ഇനി എന്തുകൂടി കാണണം? ഏസിന്റെ ലെങ്ത് കൂടി കാണണ്ടേ? യെസ്, ഏസിന്റെ ലെങ്ത് കൂടി കാണണം. അപ്പൊ എ സി ഈക്വൽ ടു സെയിം ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ റൂട്ട് ഓഫ് x2 മൈനസ് x1 എന്താ വരുന്നത്? ഇവിടെ നിന്ന് എടുക്കണം അല്ലെ. എ സി ആണ്. അപ്പൊ -4 മൈനസ് 0, -4 മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് ദെൻ y2 മൈനസ് y1. അപ്പൊ 9 മൈനസ് 7, 9 മൈനസ് 7 ഹോൾ സ്ക്വയർ പ്ലസ് ലാസ്റ്റ് z2 മൈനസ് z1, 6 മൈനസ് 10, 6 മൈനസ് 10 ഹോൾ സ്ക്വയർ. ഓക്കെ, സോ -4 മൈനസ് 0 -4 തന്നെയാണ്. -4ന്റെ സ്ക്വയർ 16 കിട്ടും. പ്ലസ് 9 മൈനസ് 7 2 അല്ലെ. 2ന്റെ സ്ക്വയർ 4 ആണ്. പ്ലസ് ലാസ്റ്റ് 6 മൈനസ് 10, 6 മൈനസ് 10 -4, -4ന്റെ സ്ക്വയർ അവിടെയും 16 തന്നെ കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് 16 പ്ലസ് 4 എന്ത് കിട്ടി? 20 പ്ലസ് 16 റൂട്ട് 36 കിട്ടും. റൂട്ട് 36ന് കറക്റ്റ് വാല്യൂ ഉണ്ടല്ലോ. എന്താ കിട്ടുന്നത്? റൂട്ട് 36ന്റെ വാല്യൂ 6 എന്ന് കിട്ടും അല്ലെ. അപ്പൊ എ സി ഈസ് ഈക്വൽ ടു 36ന്റെ റൂട്ട് 6 ആണ്. ദാറ്റ് ഈസ് 6 യൂണിറ്റ്സ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 3 സൈഡ്സിന്റെ ലെങ്തും കിട്ടി അല്ലെ. ഒന്ന് നോക്കുക, ഏതൊക്കെ ആയിരുന്നു? ബിസിന്റെ ലെങ്ത് റൂട്ട് 18 യൂണിറ്റ്സ് ആണ്. ദെൻ എസിന്റെ ലെങ്ത് റൂട്ട് 36, അതായത് 6 യൂണിറ്റ് എന്ന് കിട്ടി. ദെൻ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നേരത്തെ നമുക്ക് എ ബിന്റെ ലെങ്തും അല്ലെ, എ ബി എന്ന സൈഡിന്റെ ലെങ്തും റൂട്ട് 18 യൂണിറ്റ്സ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റണം. അതായത് ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ളതാണ് എന്ത്? ഹൈപ്പോട്ടന്യൂസ് അല്ലെ. ഏറ്റവും വലിയ സൈഡ് ഏതാ കിട്ടിയത്? യെസ്, റൂട്ട് 36 ആണ് വലുത്, അതായത് 6 യൂണിറ്റ്സ് ആണ് വലുത്. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടണം? എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ, അല്ലെങ്കിൽ നേരെ തിരിച്ച് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? എ സി സ്ക്വയർ എന്ന് കിട്ടണം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ചെയ്ത് നോക്കാം. എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്താ കിട്ടുന്നുണ്ടാവുക? എ ബി എന്ന് പറയുന്ന സമയത്ത് റൂട്ട് 18 ആണ് അല്ലെ. എ ബി റൂട്ട് 18 ആണ്. അപ്പൊ റൂട്ട് 18 സ്ക്വയർ പ്ലസ് ദെൻ എ സി, എ സിന്റെ സ്ക്വയർ, എ സിന്റെ ലെങ്ത് എത്രയായിരുന്നു? സോറി, എ സി സ്ക്വയർ അല്ലല്ലോ, ബി സി അല്ലേ നമുക്ക് വേണ്ടത്. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്നാ വേണ്ടത്. സോ എന്തുവരും? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അല്ലെ. അപ്പൊ എ ബി സ്ക്വയർ, എ ബി റൂട്ട് 18 ആണ്. അപ്പൊ റൂട്ട് 18 സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ, ബി സി എന്താണ്? റൂട്ട് 18 സ്ക്വയർ അല്ലെ. അപ്പൊ റൂട്ട് 18, ബി സി റൂട്ട് 18 ആണ്. റൂട്ട് 18 സ്ക്വയർ. ദെൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? എസിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നോക്കാം. റൂട്ട് 18 സ്ക്വയറിന് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുമ്പ് പഠിച്ചതാണെന്ത്? റൂട്ടും സ്ക്വയറും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ റൂട്ടും ക്യാൻസൽ ആവും, സ്ക്വയറും ക്യാൻസൽ ആവും. അപ്പൊ എന്താ കിട്ടുന്നത്? 18 കിട്ടും. അതുപോലെ അടുത്തതും 18 കിട്ടും അല്ലെ. റൂട്ട് 18 സ്ക്വയർ, റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയിട്ട് 18. അപ്പൊ 18 പ്ലസ് 18 ഈക്വൽ ടു 36 എന്നാണ് കിട്ടുന്നത്. ഈ 36 എന്താണ്? 6ന്റെ സ്ക്വയർ ആണ് അല്ലെ. അതായത് 36 ഈക്വൽ ടു 6 സ്ക്വയർ.
അല്ലെ? ദാറ്റ് ഈസ് എന്ത് കിട്ടും? 6 സ്ക്വയർ 36. അതായത് എന്താ വരുന്നത്? എ സി അല്ലേ 6. അപ്പൊ എന്ത് എഴുതാം? എ സി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. എ സി സ്ക്വയർ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി? എ സി സ്ക്വയർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇവിടുന്ന്? എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റി? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. ദാറ്റ് മീൻസ് എന്താണെന്ന് കിട്ടി? എന്താണെന്ന് പറയാം? എന്താണെന്ന് പറയാൻ പറ്റും? സോ നമുക്ക് അല്ലെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റി അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നുണ്ട്, നമ്മൾ ആ ട്രയാങ്കിൾ അവിടെ വരച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് എ ബി സ്ക്വയർ പ്ലസ് ഒന്ന് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ മതി. സി ഏതാണ്? എ സി അല്ലേ നമുക്ക് ഏത് കിട്ടിയത്? എ സി ആണ് നമുക്ക് ഹൈപ്പർന്യൂസ് ആയിട്ട് വന്നത്. അപ്പൊ അതിനനുസരിച്ച് പേരൊന്ന് വേണമെങ്കിൽ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയി. ഓക്കെ, എന്താണ് ഇവിടെ? എ സി ആണ് ഹൈപ്പർന്യൂസ് അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ബി, അതായത് എ ബി സ്ക്വയർ പ്ലസ് ബേസ് ആണ് എ ബി. അപ്പൊ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ അല്ലെ? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പർന്യൂസ് സ്ക്വയർ ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഈ 3 പോയിന്റ്സ് അല്ലെ, എ ബി സി 3 പോയിന്റ്സ് എന്താണ്? ആർ വേർട്ടിസസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ എന്നൊരു ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റി. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. Find the equation of the set of points which are equidistant from the points 1, 2, 3, 1, 2, 3 and 3, 2, -1. അപ്പൊ നമുക്ക് 2 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ 2 പോയിന്റ്സ് നമുക്ക് ഒരു പേര് കൊടുക്കാവാണെങ്കിൽ എ, ഈ ഒരു പോയിന്റ് എ ആയിട്ട് എടുത്തു, ഈ ഒരു പോയിന്റ് നമ്മൾ ബി ആയിട്ട് എടുത്തു. പറഞ്ഞത് എന്താ? നമുക്ക് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് സെറ്റ് ഓഫ് പോയിന്റ്സ്, ഒരു സെറ്റ് ഓഫ് പോയിന്റ്സിന്റെ ഇക്വേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. Then which are equidistant from the points. അതായത് ഈ 2 പോയിന്റിൽ നിന്നും എ എന്ന് നമ്മൾ എടുത്ത പോയിന്റും ബി എന്ന് നമ്മൾ എടുത്ത പോയിന്റും അല്ലെ, ഈ 2 പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള മറ്റൊരു പോയിന്റ് അല്ലെ, നമുക്ക് സപ്പോസ് ഒരു പി എന്നൊരു പോയിന്റ് ജസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പി എന്നൊരു പോയിന്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ ജസ്റ്റ് എക്സ് കോമ വൈ എന്നെടുത്തു. ദെൻ ഈ പി എന്ന പോയിന്റിൽ നിന്ന് പി എന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഏത് 2 പോയിന്റ്സ് ഉള്ളത്? നമ്മളെ 1, 2, 3, അതായത് എ എന്ന പോയിന്റ്, എന്റെ കോർഡിനേറ്റ്സ് ആണ് എന്ത്? 1, 2, 3 എന്നെടുത്തു നമ്മള്. ദെൻ ബി എന്ന പോയിന്റ്, ബി എന്ന പോയിന്റ് ആയിട്ട് ഏത് പോയിന്റ് നമ്മൾ എടുത്തത്? ബി എന്നായിട്ട് 3, 2, -1 അല്ലെ? 3, 2, -1. സോ നമുക്ക് ഇവിടെ നിന്ന് പിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസും പിയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസും ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണെന്നാണ് പറഞ്ഞത് അല്ലെ? ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദി പോയിന്റ്സ് 1, 2, 3 ആൻഡ് 3, 2, -1 എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് പറഞ്ഞു പി എന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ പി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ആയിട്ട് എക്സ് കോമ വൈ കോമ സെഡ് കൂടി വേണ്ടേ അല്ലെ? സെഡ് കൂടി വേണം. 2Dയിലാവുന്ന സമയത്തല്ലേ നമുക്ക് എക്സ് കോമ വൈ വരുന്നത്. അപ്പം 3Dയിലാവുമ്പോൾ എന്ത് വേണം? സെഡ് കൂടി വേണം. അപ്പൊ എക്സ് കോമ വൈ കോമ സെഡ്. ഓക്കെ, അപ്പൊ എക്സ് കോമ വൈ കോമ സെഡ് എന്ന പി എന്ന പോയിന്റിൽ നിന്ന് എയിലേക്കും ബിയിലേക്കുമുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? പി എന്റെ ലെങ്ത്തും പി ബിന്റെ ലെങ്ത്തും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് പി എ ഈക്വൽ ടു പി ബി എന്ന് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വേണ്ടത് എന്താണ്? ഇവിടെ പി എന്ന പോയിന്റ് നമ്മൾ എടുത്തതാണ്, അതായത് എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ്. ആ ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പി എന്ന പോയിന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് പോയിന്റ്സിന്റെ ഇക്വേഷൻ ആണ് കാണേണ്ടത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ഒരു കോൺസെപ്റ്റ് എന്നാണ് എന്ത്? പി എയും പി ബിയും ഈക്വൽ ആണ്. ദെൻ ഇവിടെ നമുക്ക് പി എന്റെ ഇക്വേഷൻ അല്ലെ, അല്ലെങ്കിൽ പി എ കാണാനുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എഴുതുമ്പോൾ റൂട്ട് ഓഫ് അല്ലെ x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് ആ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് അവിടെ റൂട്ട് ഉണ്ടാവും അല്ലെ? 2 ഇക്വേഷനിലും ഇവിടെ ഇരുന്ന സമയത്ത് പി ബിന്റെ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് ഒന്നുണ്ടാവും, അവിടെ റൂട്ട് ഉണ്ടാവും. ആ 2 സൈഡിലെയും റൂട്ടിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പി എക്ക് ഒരു സ്ക്വയർ കൊടുക്കാം. പി എ സ്ക്വയർ ഈക്വൽ ടു പി ബി സ്ക്വയർ. 2 സൈഡിലും സ്ക്വയർ ചെയ്തു. പി എ ഈക്വൽ ടു പി ബി എന്ന് എഴുതിയതിൽ
രണ്ട് സൈഡിൽ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല അല്ലെ. 5 സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ ആണല്ലോ. അതുപോലെ PA സ്ക്വയർ ഈക്വൽ ടു PB സ്ക്വയർ എന്ന് എടുത്തു. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ റൂട്ടിനെ ക്യാൻസൽ ചെയ്തു അല്ലെ. നമ്മൾ പഠിച്ചതാണ് റൂട്ടും സ്ക്വയറും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് ഇനി ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് എന്തിന്റെ ആവശ്യമില്ല, റൂട്ടിന്റെ ആവശ്യമില്ല. നേരെ ചെയ്താൽ മതി, റൂട്ട് ഇല്ലാതെ ഇക്വേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താ ഇക്വേഷൻ വരുന്നത്, നമ്മളെ റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ ആ വരേണ്ടത്. അതിൽ എന്തില്ല, റൂട്ട് ഇല്ല. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യാം, PA സ്ക്വയർ ഈക്വൽ ടു PB സ്ക്വയർ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം PA സ്ക്വയർ നമ്മൾ കണ്ടുനോക്കാം. PA ആദ്യം നിങ്ങൾ ഒന്ന് PA മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തില്ല, റൂട്ട് ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം PA എന്ന് പറയുന്ന സമയത്ത് എന്താ വരേണ്ടത്, x2 - x1 ഹോൾ സ്ക്വയർ. അപ്പം P ന്റെ കോർഡിനേറ്റ്സ് x, y, z ആണല്ലോ. A ന്റെ കോർഡിനേറ്റ്സ് 1, 2, 3 ആണ്. സോ x2 - x1 എന്ന് പറയുന്ന സമയത്ത് x - 1 വരിക അല്ലെ. അപ്പൊ x - 1 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് y2 - y1 ഹോൾ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഇവിടെ y - 2 ഹോൾ സ്ക്വയർ, y - 2 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ അല്ലേ. സോ z - 3 ഹോൾ സ്ക്വയർ, z - 3 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, PB സ്ക്വയർ ആണ് അല്ലെ. PB സ്ക്വയർ എന്ന് പറയുന്ന സമയത്തും ഡിസ്റ്റൻസ് ഫോർമുലയിൽ എന്തില്ല, റൂട്ട് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ PB ന്റെ ഇക്വേഷനിൽ എന്ത് വരും, x2 - x1 അല്ലെ. അപ്പൊ അതായത് x - 3 ആണ് അവിടെ വരിക. B ന്റെ കോർഡിനേറ്റ്സ് 3, 2, -1 ആണല്ലോ. അപ്പൊ x - 3 ഹോൾ സ്ക്വയർ, x - 3 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് y - 2 ഹോൾ സ്ക്വയർ അല്ലെ. y - 2 ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് z - 1 ആണ് അല്ലെ. z2 - z1 ആണ്. സോ z - -1 ഹോൾ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇതിന്റെ ഒക്കെ ഒന്ന് എക്സ്പാൻഷൻ ചെയ്യണം. അതായത് ഒക്കെ ഉള്ള ഏത് ഫോർമുല, a - b ഹോൾ സ്ക്വയർ ഫോർമുല ആണ്, അല്ലെങ്കിൽ a + b ഹോൾ സ്ക്വയറിന്റെ ഫോർമുല ആണ് അല്ലെ. അപ്പൊ അതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക്, അതായത് a - b ഹോൾ സ്ക്വയർ അല്ലെ. നോക്കിക്കോ, a - b ഹോൾ സ്ക്വയർ ആണ് കൂടുതലും വരുന്നത്. ഇവിടെ ഒന്ന് സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാം, നിങ്ങൾക്ക് അറിയുന്നതാണ് എന്നാലും പറയാം. എന്താ, ഫസ്റ്റ് നമ്പർ a ആണ്. അപ്പൊ a ന്റെ സ്ക്വയർ ആദ്യം എഴുതി, ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ. ദെൻ മൈനസ് ആണ്, ഇവിടെ മൈനസ് ഒന്നുകൊണ്ട് മൈനസ് വരും. a + b എന്നാണെങ്കിൽ ഇവിടെ പ്ലസ് ആ വരേണ്ടത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ എഴുതി മൈനസ് ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ട് 2ab. നമുക്ക് മാത്സിൽ എയും ബിയും എക്സും വൈ ഒക്കെ എന്താണ്, നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ 3 നമ്പേഴ്സ് 2ab, മൂന്നും കൂടി ഒന്നിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 2 × a × b അല്ലെ. അതാണ് 2ab പ്ലസ് ഇവിടുത്തെ ലാസ്റ്റ് എങ്ങനെയാലും പ്ലസ് വരുന്നുണ്ടാവുള്ളൂ. ദെൻ ലാസ്റ്റ് ഇവിടെ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലെ സെക്കൻഡ് നമ്പർ ഏതാണ്, ഇവിടെ b ആണ്. അപ്പം b സ്ക്വയർ എന്നാണ് എഴുതുന്നത്. അതായത് a - b ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ മൈനസ് 2 × a × b, അതായത് 3 നമ്പേഴ്സ് ഒന്നിച്ച് മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് സെക്കൻഡ് നമ്പർ, ബ്രാക്കറ്റിന്റെ ഉള്ളിലെ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും ആണ് പറഞ്ഞത് കേട്ടോ. അപ്പം സെക്കൻഡ് നമ്പർ b ആണ്, b സ്ക്വയർ എന്നാണ് എഴുതിയത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. എന്താ, x - 1 ഹോൾ സ്ക്വയർ, അതായത് ഫസ്റ്റ് നമ്പർ x ആണ്, x സ്ക്വയർ മൈനസ് 2 × 1 × x എന്നല്ലേ വരേണ്ടത്. 3 നമ്പേഴ്സ് ഒന്നിച്ച് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ 2 × 1 2 എന്ന് കിട്ടും, 2 × x 2x പ്ലസ് ലാസ്റ്റ് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലെ സെക്കൻഡ് നമ്പർ 1 ആണ്. ഇപ്പൊ 1 സ്ക്വയർ, അതായത് 1 തന്നെ അല്ലെ. നെക്സ്റ്റ് പ്ലസ് അതുപോലെ തന്നെ y സ്ക്വയർ, ഫസ്റ്റ് നമ്പർ y ആണ്, y സ്ക്വയർ പ്ലസ് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യണം 2 × 2 × y. അപ്പൊ 2 × 2 4y എന്ന് കിട്ടും. സോറി, ഇവിടെ മൈനസ് അല്ലേ വരേണ്ടത്, ഇവിടെ മൈനസ് ആണ് വരേണ്ടത്. y സ്ക്വയർ മൈനസ് 2 × 2 4y പ്ലസ് ലാസ്റ്റ് 2 ന്റെ സ്ക്വയർ, ബ്രാക്കറ്റിന്റെ ഉള്ളിലെ സെക്കൻഡ് നമ്പർ 2 ന്റെ സ്ക്വയർ എന്ന് കിട്ടും 4 പ്ലസ് നെക്സ്റ്റ് z - 3 ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഫസ്റ്റ് നമ്പർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഫസ്റ്റ് നമ്പർ z ആണ്, z സ്ക്വയർ മൈനസ് 2 × 3 × z അല്ലെ. 2 × 3 6z പ്ലസ് നെക്സ്റ്റ് ലാസ്റ്റ് നമ്പർ ഏതാ, ബ്രാക്കറ്റിന്റെ ഉള്ളിലെ സെക്കൻഡ് നമ്പർ ഏതാ, 3 ആണ്, 3 ന്റെ സ്ക്വയർ 9 ഈക്വൽ ടു ഇവിടെ ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യാണ്ട് നോക്കാം. എന്താ വരുന്നത്, x - 3 ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ x സ്ക്വയർ മൈനസ് 2 × 3 × 6 അല്ലെ. 2 × 3 6x പ്ലസ് നെക്സ്റ്റ് ലാസ്റ്റ് നമ്പർ 3 ആണ്, ബ്രാക്കറ്റിനുള്ളിൽ സെക്കൻഡ് നമ്പർ 3 ന്റെ സ്ക്വയർ 9 പ്ലസ് അടുത്തത് y - 2 ഹോൾ സ്ക്വയർ ആണ്. സോ ഫസ്റ്റ് നമ്പർ ബ്രാക്കറ്റിനുള്ളിലെ ഫസ്റ്റ് നമ്പർ y ന്റെ സ്ക്വയർ മൈനസ്
2 into 2 into y അല്ലെ 2 into 2 4 ആണ്. അപ്പൊ 4y പ്ലസ് ലാസ്റ്റ് അതായത് ബ്രാക്കറ്റിന്റെ ഉള്ളിലെ സെക്കൻഡ് നമ്പർ 2 ആണ്. 2ന്റെ സ്ക്വയർ അല്ലെ അപ്പൊ 4 എന്ന് കിട്ടും. പ്ലസ് നെക്സ്റ്റ് ഇവിടെ z മൈനസ് 1 ആണ്. അതെന്തായിട്ട് മാറും? മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് z പ്ലസ് 1 ആയിട്ട് മാറും അല്ലെ. z പ്ലസ് 1 എന്ന് കിട്ടും. z പ്ലസ് 1. ഓക്കെ, അപ്പൊ z പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ a മൈനസ് ബി ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ മൈനസ് ആയിരുന്നു. a പ്ലസ് ബി ഹോൾ സ്ക്വയർ ആകുമ്പോൾ ഇവിടെയും പ്ലസ് ആ വരിക. ഓക്കെ, സോ നമുക്ക് z പ്ലസ് 1 ഹോൾ സ്ക്വയർ ഫസ്റ്റ് നമ്പർ z സ്ക്വയർ പ്ലസ് 2 into 1 into z 2z പ്ലസ് ലാസ്റ്റ് സെക്കൻഡ് നമ്പറിന്റെ സ്ക്വയർ അല്ലെ, അതായത് 1 സ്ക്വയർ 1 കിട്ടും. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ക്യാൻസലേഷൻസ് ഉണ്ട് അല്ലെ, കുറച്ച് നല്ലോണം ക്യാൻസൽ ചെയ്യാണ്ട് ഏതൊക്കെ വരും? ഇവിടെ രണ്ട് സൈഡിലും അതായത് ഇവിടെ ഈക്വൽ ടു ഉണ്ട് അല്ലെ, ഈക്വൽറ്റുന്റെ ഈ ഈക്വലിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരുപോലെ ഉള്ളതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ എക്സ് സ്ക്വയർ ഇവിടെ നോക്കൂ, എക്സ് സ്ക്വയർ ഇപ്പുറത്തുണ്ട്, എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്തു. അതുപോലെ തന്നെ അടുത്തത് വൈ സ്ക്വയർ ഇപ്പുറത്തും ക്യാൻസൽ ചെയ്യാം, ഇവിടെയും വൈ സ്ക്വയർ. ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിന്റെ സിമ്പിൾസും സെയിം ആയിരിക്കണം. ഇവിടെ എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണ്, ഇവിടെയും എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണ്. then ഇവിടെ വൈ സ്ക്വയർ പോസിറ്റീവ് ആണ്, വൈ സ്ക്വയർ പോസിറ്റീവ് ആണ്. ശരിക്കും ഈ പ്ലസ് വൈ സ്ക്വയറിനെ ഓപ്പോസിറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് വൈ സ്ക്വയർ ആവും. വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ 0. അപ്പൊ അതുകൊണ്ടാണ് അത് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യുന്നതാണ്. then ഇവിടെ എന്ത് ചെയ്യാം, z സ്ക്വയർ, ഇവിടെ മൈനസ് z സ്ക്വയർ ആണ്. സോറി, അവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതെന്താണ്, ഇവിടെ പോസിറ്റീവ് പ്ലസ് z സ്ക്വയറും സോറി അല്ലെ, പ്ലസ് z സ്ക്വയർ തന്നെയാണ്, ഇവിടെയും പ്ലസ് z സ്ക്വയർ ആണ്. അപ്പൊ അത് ക്യാൻസൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്യാൻസൽ ആയി പോയി. ഇനി എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടോ? ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ പ്ലസ് 9 ഉണ്ട് അല്ലെ, ഇവിടുത്തെ പ്ലസ് 9ഉം ഇവിടുന്ന് പ്ലസ് 9ഉം ക്യാൻസൽ ചെയ്യാം. ദെൻ ഇവിടെ പ്ലസ് 4 ഉണ്ട്, ഈ പ്ലസ് 4ഉം ഇവിടുത്തെ പ്ലസ് 4ഉം ക്യാൻസൽ ആയി പോകും. ദെൻ ഇവിടെ എന്തുണ്ട്, പ്ലസ് 1 ഉണ്ട്, പ്ലസ് 1ഉം ഇപ്പുറത്തുള്ള പ്ലസ് 1ഉം അതും ക്യാൻസൽ ആയി അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും ഇവിടുന്ന്. ഓക്കെ, അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ വെട്ടിപ്പോവല്ല, ഒരേ വാല്യൂ വരുന്നതായിരിക്കണം, സിമ്പിൾ ഉൾപ്പെടെ സെയിം ആയിരിക്കണം അല്ലെ. ഇപ്പൊ 9 ഇവിടെയും പോസിറ്റീവ് ആണ്, അപ്പുറത്തും പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഈ പ്ലസ് 9 ഓപ്പോസിറ്റിലേക്ക് എടുക്കുന്ന സമയത്ത് മൈനസ് 9 ആവും, 9 മൈനസ് 9 ഈക്വൽ ടു 0 എന്നാവും. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ റിമൈൻഡർ ആയിട്ടുള്ളത്, ബാലൻസ് ആയിട്ടുള്ളത് നോക്കിക്കേ. ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു മൈനസ് 2x ഉണ്ട് അല്ലെ, മൈനസ് 2x. ദെൻ എന്താ ഉള്ളത്, പിന്നെ 1 പോയി, വൈ സ്ക്വയർ ഒക്കെ പോയിട്ടുണ്ട്. ഇവിടെ ഒരു മൈനസ് 4y ഉണ്ട്, മൈനസ് 4y. ദെൻ ഇവിടെ എന്താ റിമൈൻഡർ ഉള്ളത്, മൈനസ് 6z. ഇനി നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിലും ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ബാലൻസ് ഉണ്ട് അല്ലെ. ഈ ബാലൻസ് ഉള്ളത് നമുക്ക് ഏത് സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്ത് മാറ്റാം. ഓക്കെ, അപ്പൊ ഓരോന്നിന്റെയും സിമ്പിൾ ചേഞ്ച് ആവുന്നത് മനസ്സിലാക്കണം. നോക്കുക, മൈനസ് 6x ആണ് ഇവിടെ റിമൈൻഡർ ആയിട്ടുള്ളത്. മൈനസ് 6x നേരെ ഓപ്പോസിറ്റിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അത് പ്ലസ് 6x ആവും, പ്ലസ് 6x. ദെൻ അടുത്തത് എന്താ ഉള്ളത്, ഇവിടെ മൈനസ് 4y ഉണ്ട്, മൈനസ് 4y ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ എന്താവും, ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പ്ലസ് 4y ആവും. ദെൻ ലാസ്റ്റ് ഒരു പ്ലസ് 2z ആണത് അല്ലെ, പ്ലസ് 2z ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്ന സമയത്ത് അത് മൈനസ് 2z എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ? അതായത് ഈ റൈറ്റ് സൈഡിലുള്ള ഓരോ ടേമിനെയും നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞു. ദെൻ ഇവിടെ എന്താണ്, 0 ആണ്, ഈക്വൽ ടു 0 എന്നല്ലേ നമ്മൾ സാധാരണ ഇക്വേഷൻ ഓഫ് ലൈൻ ഒക്കെ പഠിച്ചില്ലേ നിങ്ങൾ അല്ലെ, സ്ട്രൈറ്റ് ലൈൻസിൽ 10th പഠിച്ചാണ്. ആ ഒരു മോഡലിലേക്കാണ് നമുക്ക് ഇവിടെ ഇക്വേഷൻ ഓഫ് സെറ്റ് ഓഫ് പോയിന്റ്സിനെ എത്തിക്കേണ്ടത്, ഇക്വേഷൻ എത്തിക്കേണ്ടത്, അതായത് ഫൈനൽ ആൻസറിനെ ഈക്വൽ ടു 0 എന്നൊരു ഫോമിലേക്ക് എത്തിക്കേണ്ടത്. അപ്പം ജസ്റ്റ് ഒരു സിംപ്ലിഫിക്കേഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്താ, മൈനസ് 2x, ഇവിടെ ഒരു x കൂടി ഉണ്ടല്ലോ, പ്ലസ് 6x, മൈനസ് 2x പ്ലസ് 6x, അതായത് മൈനസ് 2 പ്ലസ് 6 എന്ത് കിട്ടും, 4 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 4x. ദെൻ മൈനസ് 4y പ്ലസ് 4y ആണ്, അത് ക്യാൻസൽ ആവുമല്ലോ അല്ലെ. മൈനസ് 4y പ്ലസ് 4y രണ്ടും ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണ്, അപ്പൊ ക്യാൻസൽ ആയി പോയി. മൈനസ് 4y പ്ലസ് 4y ക്യാൻസൽ ആവും. ദെൻ മൈനസ് 6z മൈനസ് 2z ആണ്, മൈനസ് 6z മൈനസ് 2z അല്ലെ, മൈനസ് 6 മൈനസ് 2 രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്ത് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, മൈനസ് 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പം മൈനസ് 8z ഈക്വൽ ടു 0. ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇക്വേഷൻ ഒന്ന് 4x-നെയും 8z-നെയും 4ഉം 8ഉം ആണ്, രണ്ടും 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഒന്ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4/4 എന്ത് കിട്ടും, 1 കിട്ടും. അപ്പൊ x മൈനസ് ദെൻ 8/4, 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്നാണ് കിട്ടുക, 2z ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് ഈ ഒരു സെറ്റ് ഓഫ് പോയിന്റ്സിന്റെ ഇക്വേഷൻ ആയിട്ട് കിട്ടുന്നത്.
ക്ലിയർ ആണോ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു പോയിന്റ് മനസ്സിലാക്കിയാൽ മതി, പി എ ഈക്വൽ ടു പി ബി. അതായത് പി എന്ന പോയിന്റിൽ നിന്ന് നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സെറ്റ് ഓഫ് പോയിന്റ്സ് അല്ലെ, ആ പോയിന്റിനാണ് പി എന്ന് എടുത്തത്. ഓക്കെ, ആ പി എന്ന പോയിന്റിൽ നിന്ന് എയിലേക്കും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. പി എന്റെ ലെങ്ത്തും പി ബിന്റെ ലെങ്ത്തും ഈക്വൽ ആയിട്ടാണ് നമ്മൾ എടുത്തത്. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പി എ ഈക്വൽ ടു പി ബി, രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു. അതായത് നമ്മൾ റൂട്ടിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു. നേരെ നമ്മളെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ഫോമിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്തു, അതിലേക്ക് വാല്യൂസ് കൊടുത്തു. ദെൻ ഒന്ന് അതിനെ എക്സ്പാൻഡ് ചെയ്തതാണ്, ഓരോ ടേമിനെയും എക്സ്പാൻഡ് ചെയ്തു. ദെൻ കുറച്ച് ക്യാൻസലേഷൻസ് ഉണ്ട്, ക്യാൻസൽ ചെയ്തു. ദെൻ എല്ലാത്തിനെയും ഒരു സൈഡിലേക്ക് അല്ലെ, നമ്മൾ ഇക്വേഷന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ എല്ലാം ഒരു സൈഡിലേക്ക് വന്നിട്ട് റൈറ്റ് സൈഡ് 0 ആക്കി മാറ്റി നമ്മൾ അതിന്റെ സിംപ്ലിഫിക്കേഷൻ ചെയ്തു. ഇത്രയും കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. അപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ, സെറ്റ് അല്ലേ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന +1 നിങ്ങളെ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് 3 ഡയമെൻഷണൽ ജോമെട്രിന്റെ പറഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. +1 നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ അതിലാകെ ഒരു 3-4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എപ്പോഴും സൂക്ഷിക്കാറുള്ളത്. വെയിറ്റേജ് ഒരു 3 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ഉള്ളത്. അപ്പം ആ ഒരു 3 മാർക്ക് ഒരിക്കലും നിങ്ങൾക്ക് മിസ് ആവരുത്. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്ലെയിൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു പോയിന്റ് തന്നിട്ട് പ്ലെയിൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അതുപോലെ നമ്മൾ ഒക്ടൻസ് പറഞ്ഞു, അപ്പൊ പോയിന്റ്സ് തന്നിട്ട് ഒക്ടൻസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ആയിട്ട് ഡിസ്റ്റൻസ് ഫോമിൽ അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, അതായത് ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഒക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ അതിന്റെ അപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അതിനുശേഷം ചെയ്തത്. എന്താ? 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ളത്. ദെൻ അതിനുശേഷം 3 പോയിന്റ്സ് ഐസോസെലസ് ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ. ദെൻ അതുപോലെ 3 പോയിന്റ്സ് ഏത് റൈറ്റ് ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണെന്ന്. ദെൻ അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ആ സെയിം മോഡൽ തന്നെയാണ് 3 പോയിന്റ്സ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. സെയിം പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് 4 പോയിന്റ്സ് വരും. 4 പോയിന്റ്സ് തന്നിട്ട് ആ 4 പോയിന്റ്സ് പാരലലോഗ്രാമിന്റെ വെർട്ടിസസ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് സെറ്റ് ഓഫ് പോയിന്റ്സിന്റെ ഇക്വേഷൻ കാണുന്ന ക്വസ്റ്റ്യൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട്. ഈ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.